No, ma'am. Please. Record on ചെയ്തത്. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഡോക്ടർ അനു മുരളീകൃഷ്ണൻ. എൻ്റെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് ആണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, കൂടാതെ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിലെ 21st ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയായവർക്കാണ് ഇതിലൊരു അവസരം നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കോഴ്സ് വഴി ഒരു വ്യക്തിയുടെ കഴിവും അറിവും എല്ലാം വർദ്ധിക്കുന്നു. ഇതുവഴി സ്കിൽ ഡെവലപ്മെന്റ്, കരിയർ ഗ്രോത്ത്, എംപ്ലോയബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വളരെ സഹായകമാണ്. ഞാൻ രണ്ട് ബിസിനസ് ഗ്രൂപ്പിൽ, അതായത് BNI, റോട്ടറി പോലെയുള്ള ഒരുപാട് ബിസിനസ് ഗ്രൂപ്പിൽ ഒരു മെമ്പറാണ്. അപ്പൊ അവിടെ എനിക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ എങ്ങനെ നമുക്കൊരു മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഞാൻ ഈ വിംബിൾ അക്കാദമിയെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഒരു 5 ക്ലാസ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു 5 ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈസൽ സാറിന്റെ ക്ലാസ് നമുക്ക് കേൾക്കുമ്പം തന്നെ അത് ഭയങ്കര ഒരു മോട്ടിവേഷനും അതുപോലെ നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള വളരെ നല്ലൊരു ക്ലാസ് തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന അർച്ചന മാമും നമുക്ക് വളരെ നല്ലൊരു ഹെൽപ്ഫുൾ. നമ്മൾ ചോദിക്കുന്ന ഏത് ഡൗട്ടിനും അപ്പപ്പ തന്നെ നമുക്ക് നല്ലൊരു മറുപടി തരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് അർച്ചന രാജു മാം ആണ്. മാം ഒരു ലോയറും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറും ഒക്കെയാണ്. ഇവിടെ ഇന്ന് മാം എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലവ് ബിയോണ്ട് റൊമാൻസ് എന്നൊരു ടോപ്പിക്കാണ്. മാമിനെ ഞാൻ ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി മാമിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Anu ma'am. Thank you so much for the warm welcome. Appo, good evening all. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Very good evening, evening. ma'am. Good evening. കുറേ പരിചിതരായിട്ടുള്ള ആളുകളെയൊക്കെ കാണാനുണ്ട്. അത് തന്നെ ഒരു സന്തോഷം. പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാം, പറ്റാത്തവർ ഓൺ ചെയ്യണ്ട. നമുക്ക് കേൾക്കാം, സംസാരിക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലവ് ബിയോണ്ട് റൊമാൻസ് എന്നുള്ളത് തന്നെയാണ്, അല്ലേ? അപ്പൊ അത് കേൾക്കുമ്പോൾ ഈ ലവും റൊമാൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കുകളല്ലേ ലവ്, റൊമാൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഇസ് ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേർഡ് ലവ് ആൻഡ് റൊമാൻസ്? ഉണ്ടാവും അല്ലേ, പക്ഷെ എന്താണെന്ന് അറിയില്ല എന്നാണോ? ലവ് എല്ലാവർക്കും എല്ലാവരോടും തോന്നുന്നതാണ്. ആ, റൊമാൻസ് ആവുമ്പോ കപ്പിൾസ്. അങ്ങനെയാണ് ഐഷ മാം പറയുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടോ? നിർമ്മല മാമിനുണ്ടോ അഭിപ്രായം? വ്യത്യാസമുണ്ട്. എന്താണ് ലവും റൊമാൻസും തമ്മിലുള്ള ഡിഫറൻസ്? ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോട് വേണമെങ്കിലും തോന്നാം, പക്ഷെ റൊമാൻസ് അങ്ങനെ എല്ലാവരോടും തോന്നില്ല. ശരി, ചില പ്രത്യേക വ്യക്തികളോട് മാത്രം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ വ്യക്തികളോട് തോന്നുന്ന ഒന്നാണ്. ലവ് എന്ന് പറയുന്നത് നമുക്ക് മിക്കവാറും ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഒരു 10, 70, 80 വയസ്സുള്ള ഒരാളാണെങ്കിലും ഒക്കെ നമുക്ക് ലവ് ഉണ്ടാവാം. വ്യക്തിയോട് നല്ല മൃഗങ്ങളോടും ഒക്കെ ഉണ്ടാവാം, വല്ല സാധനങ്ങളോടൊക്കെ ഉണ്ടാവാം. പക്ഷേ റൊമാൻസ് അങ്ങനെയല്ലല്ലോ. ശരി, ഈ ലവും റൊമാൻസും ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നാലോ? ലവ് എല്ലാവരോടും തോന്നും എന്ന് പറഞ്ഞു, നമുക്ക് അതിനെ കുറച്ചും കൂടി നാരോ ആക്കാം. ലവും റൊമാൻസും രണ്ടും ഒരു റിലേഷൻഷിപ്പ്, ഒരു മാരേജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്യാൻ യു ഡിഫറൻഷിയേറ്റ്? ലവ് എന്ന് പറയുന്നത് ശരിക്കും ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണ്, വെറാസ് റൊമാൻസ് ഈസ് എ ടെമ്പററി അട്രാക്ഷൻ. ഇറ്റ് മേ ലീഡ് ടു
ശരി. അപ്പൊ ലവ് ആൻഡ് റൊമാൻസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ, ഒരു മാരേജിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ലവ് എന്ന് പറയുമ്പം അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്, അല്ലെ? ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട്. അത് കുറച്ച് കാലാകാലം നിലനിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ലവ് എന്ന് പറയുന്നത്. നമ്മൾ പറയും റൊമാൻസ് ഇല്ലെങ്കിലും ലവ് നിലനിൽക്കും, അല്ലെ? പക്ഷെ ലവ് ഉണ്ടെങ്കിലേ റൊമാൻസിന് നിലനിർത്താൻ പറ്റുള്ളൂ. റൊമാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഇസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. നമ്മൾ ലവ് ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യും, പാർട്ട്ണറിനോട്, ഫിയാൻസിയോട് അല്ലെങ്കിൽ ലവറിനോട് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിന് നമുക്ക് റൊമാൻസ് എന്ന് വിളിക്കാം. വേറെ ലവ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. നമ്മൾ പരക്കെ പറയുമ്പോൾ നിർമ്മല മാം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഐഷ പറഞ്ഞ പോലെ ആരോടും തോന്നാം, അല്ലെ? അത് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിവിടെ കുറച്ചും കൂടി കൺഫൈൻഡ് ആയിട്ട് നമ്മൾ മാരേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇവിടെ ഇന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ റൊമാൻസ് ഇല്ലാതായാലും അവിടെ ലവ് റീറ്റെയിൻഡ് ആവും, അല്ലെ? ലവ് ഉണ്ടാവാം. നൗ ഈ മാരേജ് എന്ന് പറയുന്നതിലെ ഇനീഷ്യൽ ഡേയ്സിൽ രണ്ടും കലർന്നിട്ടായിരിക്കും, റൊമാൻസും ലവും, അല്ലെ? ഇനീഷ്യൽ ഡേയ്സ് എല്ലാവരും ഒന്ന് ഓർത്തു നോക്കി, കല്യാണം കഴിച്ചവരാണെങ്കിൽ. ഇനി കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സ്വപ്നത്തിലെങ്കിലും ഉണ്ടാവുമല്ലോ ഈ ഇനീഷ്യൽ ഡേയ്സ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഡേയ്സ് ഒക്കെ കളർഫുൾ ആണ്, അല്ലെ? നമ്മൾ കാണാത്ത കളറുകളൊന്നും ഉണ്ടാവില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഫീലിങ്സ് ഉണ്ടാവില്ല. ഇറ്റ്സ് ഓൾ ബട്ടർഫ്ലൈസ്. നീ ഇതില് നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് നിയമം പഠിച്ച ഒരാളെന്നുള്ള സ്ഥിതിക്ക് 100% എന്ന് ഞാൻ പറയണില്ല, എല്ലാത്തിലും എക്സെപ്ഷൻ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഭൂരിഭാഗം ആളുകളിൽ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ, ഒരു റിലേഷനിലേക്ക് വരുമ്പോൾ അവിടെ മുഴുവൻ ബട്ടർഫ്ലൈസ് ആൻഡ് കളേഴ്സ് ആണ് ഇനീഷ്യൽ ഡേയ്സിൽ. ബട്ട് ഗ്രാജുവലി കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളവർക്ക് ആലോചിച്ചെടുത്താൽ തന്നെ മനസ്സിലാവും ഈ ബട്ടർഫ്ലൈസും കളേഴ്സ് ഒക്കെ കുറേശ്ശെ വാങ്ങും, കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആവും ജീവിതം, അല്ലേ? റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ, വ്യക്തികളുടെ ഇടയിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ, പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുമ്പോൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന കളറിനൊക്കെ ഒരു ലേശം മങ്ങൽ വരും. അവിടെയാണ് എന്തിന് ഇമ്പോർട്ടൻസ് വരുന്നത് ഈ റിലേഷൻഷിപ്പിൽ? നമ്മൾ ഈ പറഞ്ഞ റൊമാൻസ് ആണല്ലോ കുറഞ്ഞു വരുന്നത്. അപ്പൊ ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ആ വ്യക്തികളുടെ ഇടയിൽ ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെ? ഈ ഇനീഷ്യൽ ഡേയ്സിൽ കണ്ട് ഈ പറഞ്ഞ പോലെ എന്തിനും ഏതിനും കുട്ട പൊന്നെ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മാറും, എടി വാടി പോടി റേഞ്ചിലേക്കാവും. പിന്നെ ചില നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഭാര്യയുടെ പേര് തന്നെ മറന്നിട്ട് ചില പേര് വിളിക്കുന്നവരുണ്ട് എന്ന് പറയും. ജോക്സ് അപ്പാർട്ട്, ഇറ്റ് ഫീഡ്സ്, ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ, അല്ലെ? തുടക്കകാലത്തിൽ ഉണ്ടായിരുന്ന ആ അതേ ഒരു കളറും ഇതൊന്നും ഉണ്ടായിരുന്നു വരില്ല. എസ്പെഷ്യലി ഇനിയിപ്പോ നമ്മളൊരു ലവ് മാരേജ് എന്ന് പറഞ്ഞ എടുത്തു നോക്കി, ഒരു ലവ് മാരേജ് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഇനീഷ്യൽ കാലഘട്ടം എന്ന് പറയുന്നതൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ നല്ല ഭാഗങ്ങളായിരിക്കും എപ്പോഴും നമ്മൾ ഈ സോ കോൾഡ് പാർട്ട്ണറിന് കാണിക്കുക. വി ആർ അറ്റ് ദ ബെസ്റ്റ്, അല്ലേ? ആ സമയത്ത് നമുക്കൊരു ഫ്ലോസും ഇല്ല. ബട്ട് അതേസമയം അതൊരു റിലേഷൻഷിപ്പായി മാറി കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് സിനാരിയോ ചേഞ്ചസ്. ഓട്ടോമാറ്റിക്കലി പൊതുവെ നമ്മൾ കംപ്ലയിൻസ് കേട്ടിട്ടുണ്ട്, എസ്പെഷ്യലി ഫ്രം ലേഡീസ് ടെല്ലിങ് ദാറ്റ് എന്ത്, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു, ഇന്ന് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ല ബിഹേവ് ചെയ്യുന്നതെന്ന്. നമ്മൾ സാധാരണ അത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. മിഥുനം സിനിമയിലെ ഉർവശി എന്ത് പറഞ്ഞാലും കത്തെടുത്തോണ്ട് വരും. അപ്പൊ നിങ്ങൾ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, ഇന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയും. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്, അല്ലെ? പക്ഷെ എന്താണ് ഉണ്ടാവുന്നത്? ബിഫോർ മാരേജ് എന്ന് പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ രണ്ടുപേരും അവരുടെ ബെസ്റ്റ് ആണ് ഇൻപുട്ട് ഇടുക, ഒരു ഫ്ലോസും പുറത്ത് കാണിക്കുന്നില്ല. ബട്ട് നോർമലി സാധാരണ ജീവിതത്തിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഫെയ്ഡ് ചെയ്യും. ഇതൊരു ലവ് മാരേജ് തന്നെ ആവണമെന്നില്ല, നമ്മൾ നോർമൽ അറേഞ്ച് മാരേജ് ആണെങ്കിലും ഓൾ ദിസ് ഹാപ്പൻസ്. അപ്പൊ ആദ്യം തന്നെ മാരേജിലേക്ക് മാരേജ് കഴിയാത്തവരാണെങ്കിലും ഇനി മാരേജിലുള്ളവരാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലൈക്ക് വെൻ യു യൂസ് എ മൊബൈൽ, അല്ലെ? ഒരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടിയാണെങ്കിലും ഈ മൊബൈൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി നീഡ് ടു റീചാർജ്, അല്ലെ?
ഒരിക്കൽ ചാർജ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആജീവനാന്തം അല്ലെങ്കിൽ ആ മൊബൈലിന്റെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വി നീഡ് ടു ചാർജ് ഇറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വണ്ടിയാണെങ്കിലും പെട്രോൾ ഇന്ധനമൊക്കെ തീരുന്നതിനനുസരിച്ച് നമ്മൾ ഫ്യൂവൽ അടിക്കില്ലേ? നല്ല ഓടാൻ പറ്റുള്ളൂ. ഒരു വണ്ടി വാങ്ങിച്ചു ഫുൾ ടാങ്ക് അടിച്ചു, ഇനി ആജീവനാന്തം അത് ഓടിക്കോളും എന്ന് നമുക്ക് വിചാരിച്ചിരിക്കാൻ പറ്റുമോ? നോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ, വണ്ടിയിൽ ഫ്യൂവൽ നിറയ്ക്കുന്ന പോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി മാറാം, അല്ലെ? ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഈ റിലേഷനെ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരാം. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലവ്, പേഷ്യൻസ്, അണ്ടർസ്റ്റാൻഡിങ്. ഇത് എല്ലാം ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു പോയിന്റ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. വൺ ഇസ് ലവ് ഇസ് ആക്ഷൻ, നോട്ട് ജസ്റ്റ് ഇമോഷൻ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാർട്ട്നേഴ്സ് സമീപിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഹസ്ബൻഡ് ആയാലും പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ, ഞാൻ അത് മേടിച്ചു കൊടുത്തില്ലേ ഇത് മേടിച്ചു കൊടുത്തില്ലേ, അതുകൊണ്ട് എന്താ കാര്യം, നിങ്ങൾ ഇത് ചെയ്തിട്ട് ഫ്രിവ്ലസ് കാര്യങ്ങൾ ഇവർ പോയിന്റ് ഔട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എടുത്തു ചോദിക്കുമ്പോഴാണ് പാർട്ട്നേഴ്സ് പറയുന്നത്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, വിട്ടുപിരിയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അവരിലെ ഒരാൾക്ക് ഈ റിലേഷൻ വേണ്ട എന്നുള്ളൊരു സ്റ്റേജിലാണ് വരിക. എന്തുകൊണ്ടായിരിക്കും അതിന്റെ റീസൺ? റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് വരുമ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇപ്പൊ ഹസ്ബൻഡിനാണ് വൈഫിനെ വേണ്ടാത്ത അല്ലെങ്കിൽ വൈഫിനാണ് ഹസ്ബൻഡിനെ വേണ്ടാത്ത വെച്ചാൽ ഓപ്പോസിറ്റ് പാർട്ടി പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പം ഈ ഡിവോഴ്സ് ചോദിച്ചു വരുന്ന ആൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹാവ് യു എവർ തോട്ട് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? നമ്മുടെ ലൈഫിനെ എടുത്ത് പറയണം എന്നില്ല, ആരുടെയെങ്കിലും ലൈഫിൽ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സിമ്പിൾ തിങ് ആണ്. അവരത് പ്രകടിപ്പിച്ചിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രകടനം അത് ആവശ്യമാണ്. ഈ പ്രകടനം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് എന്തിനും ഏതിനും അല്ലെ, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടാ ചക്കരയെന്ന് വിളിക്കുക, വായിൽ വെച്ച് കൊടുക്കുക, തോളുമേ കൈയിടുക, ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഷോ ഓഫ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഐ ആം ദെയർ എന്നുള്ളത് ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിയണം നമുക്ക് പാർട്ട്ണറിന്, അല്ലെ? നമുക്ക് ചെറിയ ചെറിയ ജെസ്റ്റേഴ്സിലൂടെയെങ്കിലും ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിയണം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് ഇസ് റൊമാൻസ് ഷുഡ് ഇവോൾവ് ഇൻ ടു ഡീപ്പർ ബോണ്ടിങ്. ഈ റൊമാൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഇനീഷ്യൽ സ്റ്റേജ് കഴിയുമ്പോൾ ഫേഡായി വരും എന്നുള്ളത്. ഫേഡായി വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഫീലിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് ഇമോഷണൽ ഡെപ്ത് ലവ് എന്ന് പറയുന്നത്. ഒരു സംഭവം പറയാം. ഒരു ലേഡി, എനിക്ക് പരിചയമുള്ള ഒരു ലേഡി കഴിഞ്ഞ ദിവസം വിളിച്ചിങ്ങനെ സൂപ്പർഫിഷ്യലായി ഇങ്ങനെ കുറെ കാര്യം അന്വേഷണമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നോക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടീനേജിലേക്ക് കടക്കുന്ന കുട്ടികളെ എനിക്ക് നോക്കാൻ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എന്താ ചെയ്യുക അർച്ചന എന്നൊക്കെ ചോദിച്ചിട്ട് അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. നമ്മൾ അതിനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ടീനേജ് കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ചേച്ചി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനെ ഹാൻഡിൽ ചെയ്യും. സ്ലോലി പറഞ്ഞു വന്നപ്പോൾ അവരെ സംബന്ധിച്ച് പുറമേ നിന്ന് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സ്, രണ്ടുപേർക്കും ജോലിയുണ്ട്, അവരും ജോലി സ്ഥലത്ത് ഭയങ്കര മിടുക്കിയാണ്, നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. ഹസ്ബൻഡിനെ എനിക്കറിയുന്നതാണ്. ഹസ്ബൻഡ് ഒരിക്കലും ഹി ഡസ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് കംപ്ലൈന്റ് അബൌട്ട് ഹിസ് വൈഫ്. വൈഫ് നല്ല മിടുക്കിയാണ്, ജോലി സ്ഥലത്ത് അവൾക്ക് നല്ല ഇതാണ്, മക്കളെ വളരെ പൊന്നുപോലെയാണ് നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കും, ഞാനൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളും. ഇതാണ് പുള്ളിക്കാരന്റെ വേർഷൻ. ഇപ്പോൾ പുള്ളിക്കാരിയുടെ വേർഷനിൽ പറയുമ്പോൾ പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഭയങ്കര സ്നേഹമാണ്, എന്ത് ചോദിച്ചാലും മേടിച്ചിട്ട്, ഒരു ഫിനാൻഷ്യലി ഭയങ്കര വെൽ ഓഫ് ആണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, ഹീസ് എ കംപ്ലീറ്റ് ടീടോട്ടലർ ആണ്, ഒരു ദുഷിയിലുമില്ല, ഒന്നുമില്ല. ബട്ട് എന്ന് പറഞ്ഞ് ഇവർ കരച്ചിൽ തുടങ്ങി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ആദ്യം ഒരു ഡൗട്ട് തോന്നില്ലേ,
ഇവരെ നമുക്കറിയുന്ന ആളാണ്, അയാൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ല വൈഫിനെ കുറിച്ച്. വൈഫിനാണെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് പറയത്തക്ക ഈ ഒരു ദുശീലമുണ്ടെന്നോ കാശ് തരുന്നില്ലാന്നോ നോക്കുന്നില്ലാന്നോ ഒന്നുമില്ല. പക്ഷെ ചോദിച്ചു വന്നപ്പോ അവരുടെ പ്രോബ്ലം എന്താ? സിമ്പിൾ ആണ്. ഷീ ഈസ് നോട്ട് ബീങ് ഹേർഡ്. അവരങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് മാനസികമായ ഒരു സപ്പോർട്ടും ഹസ്ബൻഡിന് എടുക്കുന്നില്ല. കംപ്ലൈന്റ് ആയിട്ട് പറയാൻ ഇപ്പൊ എടുത്തു ചോദിച്ച് നമ്മൾ പലപ്പോഴും പല റിലേഷനിലും എടുത്തു പറയുന്ന പോലെ നോക്കുന്നില്ല, കാശ് ചെലവിന് തരുന്നില്ല, എല്ലാത്തിനും കംപ്ലൈന്റ് പറയുന്നു എന്ന് പറയുന്ന ഒരു ഇതും അവരിലില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ് ആ കപ്പിൾ. പക്ഷെ അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു. അതായത് ഒന്ന് പുറത്തു പോയി ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കാലം മറന്നു. അവരുടെ കാശുണ്ട്, എത്ര വേണമെങ്കിൽ സ്വിഗ്ഗി ചെയ്യാം, സൊമാറ്റോ ചെയ്യാം, ഫുഡ് കഴിക്കാൻ പോയി. അവർ പറയുന്നത് ആ മക്കളെ കൂട്ടി ഒന്ന് പുറത്തു പോവുക, ഒരു ഡ്രൈവിന് പോവുക, ഒരു ഈവനിങ് പുറത്തിറങ്ങുക, ഇത്തരത്തിലുള്ളതൊന്നും വർഷങ്ങളായിട്ട് അവരുടെ റിലേഷനിലില്ല. ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, പുള്ളിക്ക് വർക്ക് പ്രഷർ കൊണ്ടാണ്, ബുദ്ധിമുട്ടാണ്, ജോലി തിരക്ക് കൊണ്ടാണ് എന്ന് അവരത് അക്നോളേജ് ചെയ്തുകൊണ്ട് പറയുകയാണ്. പക്ഷെ ഒരു നിസ്സാര ഒരു കാര്യം അവരുടെ മനസ്സിൽ ഇത്രയധികം, അതായത് അവര് സേ അബൌട്ട് 45 മിനിറ്റ്സ് സംസാരിച്ചതിൽ ഒരു 25 മിനിറ്റ്സ് കണ്ടിന്യൂസ് കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം വെച്ചാൽ അവരിത് ഓർത്തോർത്ത് കരയണം. അയവർക്കാന്ന് പറയില്ല, നമ്മള് ആലോചിച്ച് കരയാണ്. കുട്ടികളുടെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് അച്ഛനെ, ഒരു പ്രശ്നമില്ല, പുള്ളിയുടെ വീട്ടിലെ അച്ഛനമ്മയുടെയും കാര്യം ഞാൻ നോക്കാറുണ്ട്, അത് നോക്കാറുണ്ട്. പക്ഷെ വീണ്ടും അവര് പറയും. നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് തോന്നാം ഒരു പുറത്തു പോയില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ പ്രശ്നമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു റിലാക്സേഷൻ മൂഡ് എന്ന് പറയുന്നത് അതാണ്. ഒന്ന് പുറത്തു പോവുക, ഒന്നിച്ച് യാത്ര ചെയ്യുക. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആക്കാതിരിക്കുക. യെസ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലും പുള്ളി ബിസിയാന്ന് പറയും. ബിക്കോസ് അതിന് എന്താണ് കാരണം? അങ്ങനെ ഒരു നീഡ്, ഇമോഷണൽ നീഡ് പാർട്ട്ണറിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കൃത്യമായി ചെയ്യുന്നുണ്ട്, കാശുണ്ട്, എത്ര വേണമെങ്കിലും ചെലവാക്കാം, എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം, ഓക്കെ. പക്ഷെ എന്താണ് പാർട്ട്ണറിന്റെ നീഡ് എന്ന് മനസ്സിലാക്കാൻ അവിടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ഒരു ഔട്ടിങ് പോണം എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് പറഞ്ഞ് ഒരു ഔട്ടിങ് പോകുന്ന യാത്രയിൽ ഇത് എന്താ പറയണത്, പൊട്ടിത്തെറിക്കലൊന്നും ഇല്ലാതെ ഇത് തുറന്ന് പറയാം. ദിസ് ഇസ് മൈ പ്രോബ്ലം. തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ അവിടെ ഞാൻ നോക്കിയിട്ട് കാണാനുള്ളൂ. പക്ഷെ ഇത് തുറന്ന് പറയാതിരിക്കുമ്പോൾ ആ ഒരു ബോണ്ട് ഡിറ്റോറിയേറ്റ് ആവണം അല്ലെ. പതുക്കെ ഇല്ലാണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവും, രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാവും. ആൻഡ് ഫൈനലി ഇങ്ങനെയുള്ള കേസസ് ആണ് നമ്മുടെ അടുത്ത് കുറെ കാലത്ത് ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്ക് വരുന്നത്. സോ എപ്പോഴും റൊമാൻസ് ഫേഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ, റൊമാൻസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം അല്ലെ, പക്ഷെ അത് നിരന്തരമായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റില്ല എന്ന് വരും. ആ റിലേഷൻഷിപ്പ് നിരന്തരമായി നിലനിർത്തണമെങ്കിൽ ഈ പറഞ്ഞ ലവ് എന്ന ഫാക്ടർ അവിടെ നമ്മൾ കൊണ്ടുവരണം. ലൈഫിൽ പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ തീർന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ലാറ്റിൻ ടേം ഞാൻ കണ്ടു, കാർപ്പേ ഡിയം എന്ന് പറഞ്ഞിട്ട്. ആർക്കെങ്കിലും അറിയോ അതിന്റെ അർത്ഥം എന്താണെന്ന്? ഹാവ് എനിവൺ ഹേർഡ്? എന്താ മാം? കാർപ്പേ ഡിയം. നോ മാം, അറിയില്ല. അതൊരു ലാറ്റിൻ വേർഡ് ആണ് അത്ര. ഈ കാർപ്പേ ഡിയം മീൻസ് ലിവ് ഇൻ ദ പ്രസന്റ് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈ ഫാമിലി റിലേഷൻഷിപ്പിൽ നമ്മുടെ ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് വരും അല്ലെ. നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരും, കുട്ടികളുടെ പ്രശ്നങ്ങൾ വരും. കുട്ടികൾ തന്നെ ചിലപ്പം, ഞാൻ പറയട്ടെ, ചില കുട്ടികളെല്ലാം ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആവും. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ലൈഫിൽ മാറ്റി വെക്കേണ്ടി വരും. ഇതൊക്കെ ഇരിക്കെ തന്നെ യു ഷുഡ് ലിവ് ദ മൊമെന്റ് അല്ലെ. നമ്മുടെ പ്രശ്നം കഴിഞ്ഞ്, നമ്മുടെ കടം തീർന്ന്, നമ്മുടെ എന്താ പറയുക, നല്ല ജോലി കിട്ടിയതിന് ശേഷം അങ്ങനെ ഒരു കാലം ആളുകൾക്കുണ്ടോ? അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് നമുക്ക് സന്തോഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ച ആളുകൾ ഉണ്ടാവില്ലേ ജീവിതത്തിൽ ഇവിടെ ഈ കൂട്ടത്തില്?
ഇല്ലേ? ആരുമില്ല. എല്ലാവരും അവരവർ ആഗ്രഹിച്ച പോലെ അതാത് രീതിയിൽ തന്നെ ജീവിച്ചു എന്നുള്ളതാണ് അല്ലെ? അല്ല മാം. അല്ലല്ലോ അല്ലെ? നമ്മൾ എന്തോരം കാര്യങ്ങളാണ് മാറ്റി വെക്കുന്നത് നമ്മുടെ ലൈഫിൽ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മാറ്റി വെക്കൽ വേണ്ട. അതിനിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ പലവട്ടവും വെബിനാർസോ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, അതിന് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളത് ആസ്വദിച്ച് ചെയ്തു പോകണം ജീവിതത്തിൽ. പിന്നീട് ഒരു കാലത്തില് ഐ ഹാവ് ഹേർഡ് മെനി ടെല്ലിങ്, നല്ലൊരു ജോലി കിട്ടിയിട്ട് കുഞ്ഞു മതി അല്ലെ? വീട് വെച്ചതിന് ശേഷം അങ്ങനെ പല ഡിസിഷൻസും ആൾക്കാരുണ്ടാക്കും. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സേവിങ്സ് ആയതിനു ശേഷം നമുക്ക് ട്രിപ്പ് പോവാം. ഞാൻ പറയണത് നിങ്ങൾ ഒന്നും വേണ്ട. ഇപ്പൊ തൃശ്ശൂരാണ് എന്റെ സ്ഥലം, തൃശ്ശൂർ സൂയിൽ പോവോ? ഇത്ര ചെലവല്ലേ വരുന്നുള്ളൂ. പീച്ചി ഡാം കാണാൻ പോകും. ഞാൻ പറയണത് നമ്മൾ പിന്നത്തേക്ക് പ്ലാൻ ചെയ്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യണ്ട. അതൊരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അതിന്റെ എഫക്റ്റ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ റൊമാൻസ് ഫേഡ് ചെയ്യുമ്പം അവിടെ ലവിന് ഇന്റൻസിറ്റി കൂട്ടുന്നത്. ലവിന്റെ ഇന്റൻസിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മൊമെന്റിൽ ജീവിക്കാൻ പഠിക്കുക. എല്ലാം ഉണ്ടായതിന് ശേഷം ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമുക്ക് ഈ തിങ്കിങ് തന്നെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവിതം ആലോചിച്ചൊക്കെ എത്ര ഭയങ്കര ഇതാണ്. ഇപ്പൊ നമ്മൾ ചൂരൽമലയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അറിയാലേ, ഓരോരുത്തർ എന്തോരം സ്വപ്നം കണ്ടു. വെള്ളത്തിനടിയിൽ നിന്നൊക്കെ കുടുംബം മൊത്തം പോയി, കുറെ കാശ് കിട്ടി, സ്വർണം കിട്ടി, കല്യാണമൊക്കെ തീരുമാനിച്ചിട്ടുള്ള ആൾക്കാര് അല്ലെ, എന്തോരം സ്വപ്നങ്ങൾ. അപ്പൊ ഈ സ്വപ്നങ്ങളെല്ലാം ഒലിച്ചു പോവാൻ വളരെ സെക്കൻഡ്സ് മതി ജീവിതത്തിൽ. സോ ഡോണ്ട് എന്താ പറയണത്, വെയിറ്റ് ഫോർ ദ സീസൺ ടു കം. എല്ലാ സീസണും ജീവിതത്തിലെ എല്ലാ സീസണും നമുക്ക് സ്നേഹിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. ഉള്ളതുപോലെ എന്താണോ ഉള്ളത് ആ ഉള്ളതുപോലെ എൻജോയ് ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് പുൾ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഈ റിലേഷൻഷിപ്പ് പുൾ ഓൺ ചെയ്യാൻ പറ്റാണ്ട് സ്റ്റക്ക് ആവുന്നത് എപ്പോഴാണെന്നറിയോ ആളുകൾ? ദേ ആർ വെയിറ്റിംഗ് ഫോർ എ റൈറ്റ് ടൈം. അങ്ങനെ ഒരു റൈറ്റ് ടൈം എന്ന് പറയുന്നത് വരില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി, ആഗ്രഹിക്കുന്നൊന്നും തിന്നാൻ പറ്റില്ല, ഛർദിയും പ്രശ്നങ്ങളായി, കുട്ടികളായി, അവരുടെ സ്കൂളിനെ കുറിച്ച് ആലോചിച്ചിട്ട് നല്ല ജോലി തരാനുള്ള തിരക്കായി ഹസ്ബൻഡിന്. കുട്ടിയെ സ്കൂളിൽ ചേർത്ത അടുത്ത പ്രാരാബ്ധം ഒഴിഞ്ഞ ഒരു സമയം മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടാവില്ല. സോ ഡോണ്ട് വെയിറ്റ് ഫോർ എ റൈറ്റ് ടൈം. ഈ ലവ് എന്ന് പറയുന്നതിന് റൊമാൻസ് എന്ന് പറയുന്നതിനെ ഫേഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കൺവേർട്ട് ചെയ്യാം. എന്തായിട്ട്? ലവ് എന്ന് പറയുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യാം. Then comes choosing each other in challenges എന്ന് പറയുന്നത്. എല്ലാം കളർഫുൾ ആയിരിക്കുമ്പോൾ ജീവിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ? നമ്മൾ പറയും ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ചാലഞ്ച് വേണം, പ്രശ്നങ്ങൾ ഉണ്ടാവണം, പ്രോബ്ലംസ് ഉണ്ടാവണം. ഒരുപാട് നമുക്ക് എക്സാമ്പിൾസ് ഉള്ളതാണ്. ഒരുപാട് എക്സാമ്പിൾ. ഈ ചാലഞ്ചസ് ഉണ്ടാവുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ മാത്രമല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഹസ്ബൻഡിനോ വൈഫിനോ ഒരു അസുഖം വന്നു. അപ്പൊ ഹസ്ബൻഡോ വൈഫോ പരസ്പരം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് വേറെ ആരിലാണ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്? ആരിലാണ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്? മക്കളില്. ഇത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു യെസ് ബിന്ദു മാം, തമ്മിലും അതൊരു ഇമ്പാക്റ്റ് ആണല്ലോ. വെൻ ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ ഒരാൾക്ക് അസുഖം വന്നാൽ അടുത്ത ആളെ ഇമ്പാക്ട് ചെയ്യും. ഹസ്ബൻഡിനും വൈഫിനും വരുമ്പോൾ അവർക്ക് ഇമ്പാക്ട് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് ആവത്തില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഹസ്ബൻഡിന് അസുഖം വന്നു, വൈഫ് ഹസ്ബൻഡിനെ നോക്കുന്നത്, ആ ഒരു നോക്കുന്ന ഫീലിംഗ്, അല്ലെങ്കിൽ നേരെ തിരിച്ചു ഹസ്ബൻഡ് വൈഫിനെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ആരിലേക്ക് എത്തുന്നു? ഈവൻ നമ്മുടെ ഫാമിലിയിലെ മക്കൾ. അതെന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞു വെച്ചാൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് 2 പെൺമക്കളാണ്, ഒരു നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി.
അങ്ങനെ കുട്ടികൾ മുതിർന്നിങ്ങനെ വരുന്നു. ഒരു 10th 8th 10th ആ പ്രായമൊക്കെ ആവുന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുക, സ്ഥിരം അവരെ RCCയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ടുപോവുക. ഇത് തുടർന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ചു പോയി. ഈ ഉപേക്ഷിച്ചു പോയ ഈ അമ്മയെ പിന്നെ സപ്പോർട്ട് ചെയ്തത് ഈ 2 മക്കളും കൂടിയിട്ടാണ്. ഓട്ടോമാറ്റിക്കലി ഈ ഒരു കുട്ടികൾക്ക് അവർക്ക് ഈ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എന്താണ് വിശ്വാസം നഷ്ടപ്പെടുന്നുള്ളതാണ്. സോ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെൻ ദർ ഇസ് ചാലഞ്ച്, അതിപ്പോ ബിന്ദു മാം പറഞ്ഞ പോലെ നമ്മളിൽ തന്നെ അല്ലെ, നമ്മുടെ ഇടയിൽ തന്നെ അതിനൊരു വലിയ ബോണ്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മക്കളിലും അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ്. മക്കൾ അതാണ് കണ്ടുപിടിക്കുന്നത്, ഒളിച്ചോട്ടമല്ല അല്ലെ. ചാലഞ്ചസ് വരുമ്പോൾ ഒളിച്ചോട്ടമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചാലഞ്ചസ് ഉണ്ടാവുമ്പോൾ അത് ആർക്കും ഉണ്ടാവാം, ഹസ്ബൻഡിന് ഉണ്ടാവാം, വൈഫിന് ഉണ്ടാവാം. ആർക്കാണ് അസുഖം വരാം, ആർക്കാണ് ഒരു ബുദ്ധിമുട്ട് വരാം, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ആർക്ക് വന്നാലും അവരെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ മുൻകൂട്ടി തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഒരു ചാലഞ്ച് വരുമ്പോൾ ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ ബിൽഡ് ചെയ്തതൊക്കെ കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് പറയാം അവിടെ ഉണ്ടായിരുന്നോ ഈ സോ കോൾഡ് ലവ് എന്ന് പറയുന്ന സാധനം? ഇല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എങ്കിൽ ആ ചാലഞ്ചിനെയും അവർ നേരിടും. ഐ നോ എ പാരന്റ്, അവര് ഭയങ്കര നല്ല ജോബിലായിരുന്നു. അവര് ജോബ് എല്ലാം കളഞ്ഞ് കുഞ്ഞിനെ നോക്കാൻ വീട്ടിലിരിക്കേണ്ടി വന്നു. ബിക്കോസ് കുട്ടി ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് ഹസ്ബൻഡ് വിട്ടിട്ട് പോയി. നമ്മൾ ആളുകൾ എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വിചാരിക്കും. വൈസ് വേഴ്സ അങ്ങനെ ഇങ്ങനെയുണ്ട് കേട്ടോ. അറിയുന്ന ആളുകൾ ലേഡീസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന അമ്മമാരും ഉണ്ട്. ഇതിപ്പോ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ രോഗം വന്നാലും ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുമ്പോൾ അല്ലെ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്. സോ അങ്ങനത്തെയൊക്കെ ചാലഞ്ചസ് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, നിരന്തരമല്ല, ലൈഫ് ലോങ് അല്ല, അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും. നല്ല സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ ഇടയിലൊരു ഗട്ടറൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ചാടിന്ന് വരും. പക്ഷെ എന്നാൽ എന്താണ്, നമുക്ക് പിന്നീട് അപ്പുറത്തേക്ക് ഒരു സ്മൂത്ത് റോഡ് ഉണ്ട്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ ആ ചാലഞ്ചസിനെ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതാണ് അടുത്ത ഒരു കാര്യം. അതായത് ചാലഞ്ചസ് വരുമ്പോൾ ഐദർ ഓഫ് ദ പാർട്ട്നേഴ്സ് ആ സമയത്ത് ശരിക്കും നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് നമ്മുടെ ആ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, നമ്മൾ എത്രത്തോളം നമ്മുടെ ഇടയിൽ ബോണ്ടിങ് ഉണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ അത്തരത്തിൽ ചാലഞ്ച് വരണം ലൈഫിൽ. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഹൗ മച്ച് ദ അതർ പേഴ്സൺ മീൻ ടു യു ആൻഡ് ഹൗ മച്ച് ദാറ്റ് പേഴ്സൺ കൺസിഡേഴ്സ് യു എന്നുള്ളത് നമുക്ക് ആ മൊമെന്റിലാണ് കറക്റ്റായിട്ട് മനസ്സിലാവുക. പിന്നെ ലവ് ഇസ് എ ഡെയിലി ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എന്തുകൊണ്ടാണ് അതൊരു ഡെയിലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? ബർത്ത്ഡേ ഓർത്ത് വെക്കുക, ആനിവേഴ്സറി ഓർത്ത് വെക്കുക അല്ലെ, കറക്റ്റായിട്ട് വിഷ് ചെയ്യുക, ആ ദിവസം അന്നൊരു ബുക്കേ കൊടുക്കുക, കുറെ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുക, സർപ്രൈസസ് അല്ലെ. നമ്മളൊക്കെ പലപ്പോഴും റീലും അതും ഇതൊക്കെ കണ്ടിട്ട് പറയും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കാര്യം കണ്ടിട്ട് പറയും, ഓ അതുപോലെയൊക്കെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തന്നൂടെ എന്ന് പറയാറുണ്ട് അല്ലെ. എല്ലാവർക്കും ഇഷ്ടമല്ലേ സർപ്രൈസ്? എനിക്കിഷ്ടം. ആർക്കും ഇഷ്ടമല്ല? അതെ, സർപ്രൈസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ പാർട്ട്ണർക്ക് അങ്ങനെ സർപ്രൈസ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് വിചാരിച്ചിട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദ പാർട്ട്ണർ ഡസ് നോട്ട് ലവ് യു. സർപ്രൈസസ് കിട്ടിയാൽ വളരെ സന്തോഷം, നല്ല കാര്യം, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ട്. ദാറ്റ് യു ഹാവ് ടു ആക്സെപ്റ്റ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളുകളുണ്ട്. ദാറ്റ് യു ഹാവ് ടു ആക്സെപ്റ്റ്. ഏത് വൈസ് വേഴ്സ, ഏത് പാർട്ട്ണർ ആയാലും. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഡെയിലി ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ,
ഒരു നേരമെങ്കിലും ഒപ്പിരുന്ന് കഴിക്കും. ഇനി ഒപ്പിരുന്ന് കഴിക്കുന്നില്ല, ദൂരെയുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ നീ ഇന്ന് കഴിച്ചോ, ഇന്ന് എന്താ സ്പെഷ്യൽ വെച്ചേ. There are people who tell me, ഇങ്ങനെ ഹസ്ബൻഡ് വിളിച്ച് ഉപ്പയുടെ കാര്യം ചോദിച്ചു, ഉമ്മയുടെ കാര്യം ചോദിച്ചു, മക്കളുടെ കാര്യം ചോദിച്ചു, ഞാൻ കഴിച്ചോന്ന് ചോദിച്ചില്ല. നമ്മൾ എപ്പ തന്നെ പറയണം, നിങ്ങൾ എന്താ ഞാൻ കഴിച്ചോന്ന് ചോദിക്കാത്തത്, അപ്പ തന്നെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ ഉറപ്പാണ് അടുത്ത പ്രാവശ്യം കോള് വിളിക്കുമ്പോൾ ആദ്യം നീ കഴിച്ചോന്ന് ചോദിക്കും. അതൊരു റിമൈൻഡർ ആണ്. നമ്മൾ ചില റിലേഷൻഷിപ്പില് നമുക്ക് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ നമ്മൾ നേടിയെടുക്കാൻ പഠിക്കണം. പലപ്പോഴും ബന്ധത്തിൽ എന്താ പ്രശ്നം, നമുക്ക് വേണ്ട കാര്യം നമ്മൾ പറയുന്നില്ല, മറ്റേ ആൾ അതങ്ങ് മനസ്സിലാക്കി ചെയ്തോളണം, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു കാര്യം, ഇഷ്ടമല്ല പറയാൻ പഠിക്കണം. സർപ്രൈസ് ഗിഫ്റ്റ് തന്നു, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കളറാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പാറ്റേൺ ഒരു ഡ്രസ്സാണ്, എന്ത് ചെയ്യും? ഇഷ്ടമല്ലഞ്ഞിട്ട് ഇടൂ. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ടേസ്റ്റുകൾ പാർട്ട്ണർ മനസ്സിലാക്കണം എന്നില്ല, തുറന്നു പറയാ. നിങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനത്തെ സാധനം ഒന്നും തരണ്ട. ഇഫ് യു ഇന്റെൻഡ് ടു ഗീവ് മീ സംതിങ്, ടേക്ക് മീ അലോങ്, അല്ലെ? കൂടെ കൊണ്ടുപോയി ഒരു ഭക്ഷണം, ഒരു ഐസ്ക്രീം വാങ്ങിച്ചെന്നാലും ഐ എം ഹാപ്പി. ഞാനൊക്കെ അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. ആദ്യത്തെ ഒരു ട്രിപ്പ് പോയി, ഞങ്ങൾ ലവ് മാരേജാ, ബട്ട് സ്റ്റിൽ ആദ്യത്തെ ഒരു ട്രിപ്പ് പോയി, ഏതോ ഒരു മലമൂട്ടിലാണ് പോയത്. ഈ കുറത്തിയുടെ കല്ലുമാല പോലത്തെ വലിയ ചങ്ക് മാല മേടിച്ചോണ്ട് വന്നു. സോ ഐ യൂസ് ടു വെയർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ലോങ് ബാക്ക്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ വെയർ ചെയ്യുന്നല്ല, അത് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുവന്ന് തന്നതാ. ഐ തിങ്ക് സ്റ്റിൽ ഐ ഹാവ് ദാറ്റ് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. ഇടാൻ പറ്റൂല. പിന്നെ അടുത്ത പ്രാവശ്യം പോയപ്പം ഭയങ്കര കാര്യമായിട്ട് ഒരു ഹാൻഡ് ബാഗ് എനിക്ക് മേടിച്ചോണ്ട് തന്നു. ശരിക്കും നമ്മുടെ പണ്ടത്തെ കണ്ടക്ടറിന്റെ ബാഗ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഫ്ലാപ്പുള്ള കണ്ടക്ടർ ബാഗ്. ആക്ച്വലി അതന്നെയായിരുന്നു. എവിടെ ഇട്ടിട്ട് പോവും? അപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് ഹി ഡസ് നോട്ട് നോ. ഇഷ്ടത്തോടെയാണ് വാങ്ങിച്ചു തന്നത്, പക്ഷെ എന്റെ ടേസ്റ്റ് അറിയില്ല. പിണക്കൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു, രാജു നിനക്ക് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു തരാനുണ്ടെങ്കിൽ നീ എന്നെയും കൂടി കൂട്ടിപ്പോയി വാങ്ങിച്ചു തന്നു. നീ അതൊന്നും ഇല്ലെങ്കിൽ ഒരു ഡയറി മിൽക്കും ഐസ്ക്രീമും, ഇത് രണ്ടും ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് വാങ്ങിച്ചെന്നാ മതി, ഐ എം ഹാപ്പി. നമ്മുടെ ഹാപ്പിനെസ് എന്തിലാണ് ലൈ ചെയ്യണേ എന്നുള്ളത് നമ്മൾ പാർട്ട്ണറിനോട് തുറന്നു പറയാം. ഹസ്ബൻഡ് വൈഫിനോടായാലും വൈഫ് ഹസ്ബൻഡിനോടായാലും തുറന്നു പറയാം, റാദർ ദാൻ എക്സ്പെക്ടിങ് ദം ടു ഡു ദാറ്റ്. ഹലോ, ഓഡിബിൾ ആണോ? അപ്പൊ നമ്മളത് നമ്മൾക്ക് നമ്മുടെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? രണ്ട് പാർട്ട്നേഴ്സ്, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫിനാണെങ്കിലും ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ അവൾക്ക് അതെന്താ മനസ്സിലാക്കി ചെയ്തൂടെ, പുള്ളിക്ക് എന്താ അറിഞ്ഞൂടെ? ജീവിതത്തിന്റെ ഓട്ടമാണ്. നമ്മൾ ഫുൾ ടൈം ഭാര്യയ്ക്ക് ഏത് കളറാ ഇഷ്ടം, ഭർത്താവിന്റെ ഫേവററ്റ് ബ്രാൻഡ് ഓഫ് പെർഫ്യൂം എന്താണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് കറി എങ്ങനെയാണ്, ചിലപ്പോ നമ്മൾ മറന്നുപോകും. വിൽഫുള്ളി അല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പഴയതുപോലെ സ്നേഹമില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈന്റ് ആണ്, ഇല്ലേ? ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? ആർക്കും ഇല്ല. ഇതിലെല്ലാവരുടെയും റിലേഷൻഷിപ്പിൽ എല്ലാം സൂപ്പറാണ്. എക്സാമ്പിളും കഥയും പറയണ എനിക്കാണ് പ്രശ്നം, അല്ലേ? ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആണ്. എനിക്കറിയാം, എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഓ നമുക്കും ഉണ്ടല്ലോ ഇതുപോലെ ഒരു കാര്യം, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ലൈഫ് അത് ഭയങ്കര നോർമലാണ്. അതിന് നമ്മൾ ഇത്ര എന്താ പറയണത്, എന്റെ മാത്രം ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്നത്. പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എനിക്ക്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു പാർട്ട്ണർ ഇഷ്ടത്തോടൊരു സാധനം കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ അപ്പോഴല്ലാട്ടോ പറഞ്ഞത്, പിന്നീടാണേ പറഞ്ഞത്, കൊണ്ടുവന്ന ഉടനെ മുഖത്ത് നോക്കിയിട്ട് അയ്യേ എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡോണ്ട് കമ്പയർ ഇറ്റ്. ഇതിലും നല്ലത് ലാസ്റ്റ് ഡേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് കാണിച്ചു തരാണ്. ഡ്രസ്സ് ഇട്ട് കാണിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കൊള്ളാം, സൂപ്പർ, നീ ഭയങ്കര മോഡേൺ ആയല്ലോ എന്നൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു. പറഞ്ഞു ഇത് പുള്ളി ആള് മേടിച്ചോണ്ട് തന്നാണ് എനിക്ക് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഡയലോഗ് ആണ് എന്നറിയോ, അടുത്ത വീട്ടിൽ വേറെ ഫ്രണ്ട് ഉണ്ട്, പക്ഷേ ഇല്ലേ അവൾക്കുണ്ടല്ലോ രണ്ട് വേറെ ടൈപ്പ് ഡ്രസ്സാണ് കൊണ്ടുവന്ന് മേടിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ ഹസ്ബൻഡും വൈഫും എന്റെ ഫ്രണ്ട്സാ. ഉടനെ അവൻ വന്നിട്ട് പറഞ്ഞത്, പറ എന്തെങ്കിലും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കൊള്ളൂ, പറ, ശരിയല്ലേ?
വാങ്ങിച്ചു കൊടുക്കാൻ കൊള്ളുമോ? കൊള്ളൂല. നമ്മൾ ആ ഒരു കുഞ്ഞു സാധനമാണെങ്കിലും നമ്മളെ പ്രയോറിറ്റി വെച്ച് നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി ചെയ്തൊരു കാര്യം നമ്മളത് ആ രീതിയിൽ സന്തോഷിക്കാൻ പഠിക്കുക. അതെന്തുകൊണ്ടാണ് എടുത്തു പറഞ്ഞതെന്നറിയോ? കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നതിൽ ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രശ്നം വെച്ചാൽ പെൺകുട്ടിക്ക് ഒരു പരിപ്പ് വട, ഇമാജിൻ ചെയ്യണേ, ലോകത്ത് ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണം, ഒരു പരിപ്പ് വട കഴിക്കണമെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞാൽ അയാൾ പറയണത് എന്താണെന്നറിയോ? 21 ദിവസം നീ ഈ പരിപ്പ് വടയെ കുറിച്ച് ചിന്തിക്കാം, 22ാമത്തെ ദിവസം നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചു തരാം. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഞാനിത് സത്യമാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സത്യമാണോ കള്ളമാണോ ഞാൻ പറഞ്ഞത്? സത്യമാവാം. കാര്യം ഇരുപത് there are people like that. Yes. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള പിള്ളേരൊക്കെ ഉണ്ട് ഇപ്പോ. സത്യമാണ്. എന്നെ അച്ഛനെ ഞെട്ടിച്ച ഒരു 21 സത്യം. ദിവസത്തിന്റെ കാര്യം എന്താ? അയാൾക്ക് ഭ്രാന്ത്. അല്ല 21 ദിവസം ആവുമ്പോഴേ എന്തായാലും ഇനി കിട്ടൂല എന്ന് പറഞ്ഞിട്ട് മടുക്കുമല്ലോ, പിന്നെ ചോദിക്കാൻ പോവില്ല. നിങ്ങൾ ഇമാജിൻ ചെയ്യണം. എന്താ ഇഷ? 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. 18 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി കരയാണ്. ആ കുട്ടി പ്രശ്നങ്ങൾ പറഞ്ഞിങ്ങനെ കരയാണ്. കരയുമ്പോ ഈ കുട്ടി പറയാണ്, എന്റെ വീട്ടിൽ എന്റെ അച്ഛന് വർക്ക്ഷോപ്പാണ്, ഇന്ന് വരെ മാം ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. ഒരു പരിപ്പ് വടയ്ക്ക് ഞാൻ അയാളോട് ചോദിച്ചാൽ 21 ദിവസം കാത്തുക്കാൻ പറയും. അതേസമയം അയാൾ പുറത്തൊക്കെ പോകും, ഫുഡൊക്കെ കഴിക്കുക, എല്ലാം ചെയ്യും. ജസ്റ്റ് ഇമാജിൻ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്തരത്തിൽ ആളുകൾ ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കണേന്ന് ആലോചിക്കണം. പരിപ്പട മേടിച്ചെന്നില്ലെങ്കിൽ എന്താ, സ്വന്തമായി സമ്പാദിച്ച് പരിപ്പട കഴിക്കണം, അല്ലെങ്കിൽ ഷവർമ കഴിക്കണം, നമുക്ക് ഇതൊക്കെ പറയാം. ഇതൊക്കെ സെക്കൻഡറി അല്ലേ? അയാൾ വാങ്ങിച്ചെന്നില്ലെങ്കിൽ എന്താ, അയാൾ വാങ്ങിച്ചരാൻ കാത്തുക്കണോ, സ്വന്തമായി പണിയെടുത്തിട്ട് മേടിച്ച് തിന്നൂടെ എന്നൊക്കെ പറയാം. അതൊക്കെ സെക്കൻഡറി. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾ പറയില്ലേ, ഈ വൈസ് വേഴ്സയാണ്. നമ്മൾ ചിലപ്പോ ഒരു തമാശ ചൊല്ലിന് പറയും, അതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നിടത്ത് കിണറ്റിലിടാനെന്ന് തോന്നും എന്നൊരു തമാശയുണ്ട് അല്ലെ? നല്ല ഭംഗിയുള്ള ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ നല്ല ലേഡീസിനെ കാണുമ്പോൾ വൈസ് വേഴ്സ, ചെക്കനായാലും പെണ്ണായാലും ഒക്കെ പറയാം അല്ലെ, ഇതിനെ കാണുമ്പോഴാണ് വീട്ടിലുള്ളതിന്റെ അടുത്ത് കിണറ്റിൽ. നിങ്ങൾ നേരെ തിരിച്ചു ആലോചിക്കണം കേട്ടോ. സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു വലിയ ലാർജ് ലോട്ട് ഓഫ് പീപ്പിൾ ഉണ്ട്. നേരെ റിവേഴ്സ്. നമുക്ക് ബിരിയാണി മേടിച്ച് തരുമ്പോ നമ്മൾ ബീഫ് ബിരിയാണി മേടിച്ചു തരാത്തതിനാണ് വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, അപ്പുറത്തൊരു പരിപ്പുവടയ്ക്ക് 21 ദിവസം വെയിറ്റ് ചെയ്യണ ഒരു കൊച്ചിന്റെ കാര്യം. അപ്പൊ അതാണ് നമ്മുടെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിൽ വളരെ വലുതാണ്, അതിന്റെ ഇമ്പാക്ട് വലുതാണ്. പിന്നെ നമ്മൾ ഹാപ്പി ആവാൻ പഠിക്കുക. ഏതൊരു കുഞ്ഞു കാര്യവും അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. ബിഗ്, ഡോണ്ട് തിങ്ക് ബിഗ് ഇൻ റിലേഷൻഷിപ്പ്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അത് വലുതിലേക്ക് എത്തും. പിന്നെ അതുപോലെ ചെറിഷ് ചെയ്യാൻ പഠിക്കുക. കാലങ്ങൾ കഴിയും തോറും നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളില്ലേ, അത് റിപ്പീറ്റഡ് ആയിട്ട് പരസ്പരം പറഞ്ഞ് സന്തോഷിക്കുക. ഈ കുട്ടികളും പ്രാരാബ്ദവും അല്ലെ, ഫീസും ഇതൊക്കെ നമ്മുടെ പ്രശ്നമാണ് ഇപ്പത്തെ അല്ലെ. ആണുങ്ങളാണെങ്കിൽ EMI, ലേഡീസ് ആണെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ കിട്ടാത്തത്, പുതിയൊരു ഡ്രസ്സ് കിട്ടാത്തത്, ഇനി വർക്കിംഗ് ആണെങ്കിൽ അവരുടെയും പൈസ ചെലവാക്കുന്നത്, ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഞാൻ പറയണത് ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം മാറ്റാൻ പറ്റില്ല, എല്ലാവരുടെ രീതിയിലും ഉണ്ട്. ഇപ്പൊ എന്റെ ലൈഫിൽ 10,000 രൂപ EMI പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അടുത്ത ആളുടെ ചിലപ്പോൾ 22,000 രൂപയുടെ EMI പ്രശ്നമായിരിക്കും. പ്രശ്നം എല്ലാവരുടെയും ഉണ്ട്. ഇനി EMI പ്രശ്നം അല്ലെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. എവ്രി വൺ ഇസ് ഹാവിങ് പ്രോബ്ലം. പക്ഷെ ആ പ്രോബ്ലം എല്ലാം അവിടെ നിൽക്കും. അതിന്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് ആ റിലേഷൻഷിപ്പ് വിടാതെ സ്ട്രെങ്ത് കൂട്ടാനുള്ള കാര്യങ്ങൾ ഡെയിലി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എവ്രി ബിറ്റ് മാറ്റേഴ്സ്, എവ്രി ബിറ്റ് മാറ്റേഴ്സ്. ആൻഡ് മോർ ഓവർ എനിക്കൊരു കാര്യം പറയാനുള്ളത്, റിലേഷൻഷിപ്പിൽ ദർ ഇസ് നോ I, you, you, I. ഇറ്റ് ഇസ് ഓൾവേസ് us, we. അത് നമ്മൾ തുടക്കം തൊട്ടേ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും അത് ഓർക്കുക. ജീവിതത്തിന്റെ പോകുന്ന വഴിയിൽ ഒരു പക്ഷെ 2 പേരിൽ ഒരാൾക്ക് ജോലി ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ 2 പേർക്ക് ജോലി ഉണ്ടാവും, ചിലപ്പോൾ ഹസ്ബൻഡിന് ജോലി ഉണ്ടാവില്ല, വൈഫിന് ജോലി ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ജീവിതത്തിന്റെ ചാലഞ്ചാണ്. ഇവിടെ എവിടെയും there should not be a term called I. ഞാൻ വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങി, ഞാൻ എന്റെ പൈസ കൊണ്ട് വാങ്ങി. I have seen ladies telling that.
തെറ്റൊന്നുമല്ല, നല്ല, ഇറ്റ് ഇസ് സംതിങ് യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, അല്ലേ? യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ബട്ട് ജസ്റ്റ് ഇമാജിൻ, വീട്ടിലെ ഹസ്ബൻഡ് പറയാണ്, ഈ ഫാൻ ഞാൻ മേടിച്ചതാണ്, ആ AC ഞാൻ മേടിച്ചതാണ്, നീ സഞ്ചരിക്കുന്ന കാർ ഞാൻ മേടിച്ചതാണ്. ജസ്റ്റ് ഇമാജിൻ, ആ വീട്ടിലിരിക്കാൻ തോന്നുന്നു, ഇറങ്ങി ഓടാൻ തോന്നൂലേ? അതേസമയം ദേഷ്യം വരുമ്പോൾ വഴക്കുണ്ടാക്കുമ്പോ പറയുന്നൊരു കാര്യമാണ്, ഫ്രിഡ്ജ് ഞാനേ എന്റെ പൈസ കൊണ്ട് മേടിച്ചതാ. അതൊരു 4 വട്ടം പറയും. സി, വെൻ യു ഇൻവെസ്റ്റ് സംതിങ് ടു യുവർ ഫാമിലി, അതൊരു രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ അത് നിങ്ങൾ ആദ്യം പഠിക്കണം. എൻ്റെ പൈസ എന്റെ പൈസ, എൻ്റെ. അങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ്സേ പാടില്ല. അത് നമ്മളത് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇനി കുറേശ്ശെങ്കിലും പെട്ടെന്ന് ഈ എഡിക്ഷൻ പോലെയാണ്, അല്ലേ? പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ നമുക്ക് മാറ്റാൻ പറ്റൂല. ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷെ നമ്മൾ ടൈം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത് മനസ്സിൽ പതിപ്പിക്കണം. ദർ ഇസ് നോ ഐ ആൻഡ് യു, അല്ലെങ്കിൽ യു ആൻഡ് അസ് എന്നുള്ള ആ ഒരു ഫ്രെയിമിൽ വരണം. ജീവിതത്തിൽ ചിലപ്പം ഹസ്ബൻഡ് വയ്യാണ്ട് കിടക്കുമ്പോൾ ഭാര്യ മാത്രം ജോലി ചെയ്യേണ്ടി വരും, അല്ലേ? ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ തുടങ്ങുന്ന ആളുകൾ, കല്യാണം കഴിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ തന്നെ പറയാം, ഇഫ് ഐ എം നോട്ട് ഗോയിങ് ടു വർക്ക്, ഞാൻ പുറത്തു പോയി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മന്ത്ലി ഒരു 2000 രൂപ 3000 വോട്ടെവർ ഹസ്ബൻഡിന് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റുമോ ആ പേയ്മെന്റ് നിങ്ങൾ ആദ്യം വാങ്ങുക എല്ലാ മാസവും. തമാശ പറയുന്നതല്ല, സീരിയസ്ലി പറയുന്നതാണ്. If you have a complex that you are not going for work because of your family, because of the kids, നിങ്ങൾ അത് ആദ്യം തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്തിന് ഏതിനെന്ന് ചോദിക്കരുത്. പൈസ തരുന്ന ഹസ്ബൻഡ് ഉണ്ട്, എന്നിട്ട് അവസാനം എവറി പെനി യു ഹാവ് ടു ടെൽ ദാറ്റ്. 10 രൂപ ഞാൻ അത് ചെയ്തു, 20 രൂപ ഞാൻ ഇത് ചെയ്തു, ഞാൻ അവിടെ ഓട്ടോന് കൊടുത്തു. നോ. If you are giving money to your wife who is not able to work because of the situation at the home, you are not supposed to ask what for. ആ പൈസ ചിലപ്പോൾ അവർ സേവ് ചെയ്യും, നാളെ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് തന്നെ തരും, വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, മക്കളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടാക്കാൻ സാഹചര്യമില്ലാത്ത പാർട്ട്ണർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തിനൊക്കെ പൈസ അടയ്ക്കുന്നു, EMI അടയ്ക്കുന്നു, അതടയ്ക്കുന്നു, ഇതടയ്ക്കുന്നു, ഇതടയ്ക്കുന്നു. നിങ്ങൾ വീട്ടിലൊരു സെർവന്റിനെ വെച്ച പൈസ കൊടുക്കണ്ടേ? പുറത്തുനിന്ന് ഹെൽപ്പ് മേടിച്ച പൈസ കൊടുക്കണ്ടേ? അപ്പൊ ഡെഫിനറ്റ്ലി അതിൽ കാശ് കൊടുത്തു എന്നുള്ളതല്ല, അവർക്ക് അതിൻ്റെതായ ഒരു ഫ്രീഡം, ഞാനും ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളൊരു ഫീൽ, ഇതൊക്കെ വരുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് തന്നെയാണ് സമാധാനം കിട്ടുക. ഫൈനലി ഒരു ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ എന്താ പറയുന്നത്, ഈ പീസ് ഓഫ് മൈൻഡ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നിയാലും ഇതെല്ലാം ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എവരി പെനി കൗണ്ട്സ്, അല്ലേ? നമ്മൾ പറയില്ലേ, ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെയാണ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യം, കുഞ്ഞു കുഞ്ഞു കാര്യം, ഒരു ഹഗ്, ഒരു ടച്ച്, ഒരു ടെക്സ്റ്റ് മെസ്സേജ്. വിളിക്കാൻ പറ്റിയില്ലേ, എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടും, എല്ലാവർക്കും വാട്സാപ്പ് ഇല്ലേ, നീ കഴിച്ചോ, ഒരു മെസ്സേജ്, ഇടയ്ക്കൊരു ഇമോജി, അല്ലേ? എന്തിനാ ഇപ്പൊ വൈകിട്ട് കാണാൻ പോണ ആൾക്കാരല്ലേ? ആണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഇതെല്ലാം ഇറ്റ് മാറ്റേഴ്സ്. ബിക്കോസ് രണ്ട് പാർട്ട്നേഴ്സിനും എന്നെ വാല്യൂ ചെയ്യുന്നുണ്ട്, ഐ എം ബീങ് ഹേർഡ് എന്ന് തോന്നുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കും, അല്ലെ? ആ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് കൂടും. ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലാതാവുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി എന്താണ്, ഈ കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും പല ബന്ധങ്ങളിലും പ്രോബ്ലം എന്താണെന്ന് അന്വേഷിച്ചു പോകുന്നത്. നമ്മുടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാരണങ്ങൾ പോലും പലപ്പോഴും ഇല്ല പറയാം. അതിന് കാരണം ഇതാണ്. മെയിൻ കാരണം എന്താണ്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം വലുതായി 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 എന്തായി, അവർക്കിപ്പോ കാരണം അറിയില്ല, കാരണം ഓർത്തെടുക്കാൻ പോലും കാരണമില്ല. പക്ഷെ ദിസ് വോണ്ട് വർക്ക് എന്നുള്ളത് മാത്രം അറിയാം, ദിസ് വോണ്ട് വർക്ക് എന്നുള്ളത് അറിയാം. പിന്നെ അതുപോലെ നമ്മള് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് വേണം വേണ്ട അല്ലെങ്കിൽ ഇതാണ് എന്റെ പ്രശ്നം എന്ന് തുറന്ന് പറയാൻ നിർബന്ധമാണ്. തുറന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവാം. ആൻഡ് ഫൈനലി ഇന്റൻഷണൽ ആയിട്ടുള്ള ലവ്. അതായത് ഇന്റൻഷണൽ ലവ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്, പ്ലാൻ ആൻഡ് ഡു എന്നുള്ളതാണ്. യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം, യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ എനർജി, അല്ലെ? ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നാളെ ഈ ഒരു പാർട്ട്ണർ നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ അറിയാം അല്ലെ, എത്രയോ കാര്യം നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാം, മനുഷ്യനല്ലേ, വി ടെൻ ടു ഫോർഗെറ്റ് തിങ്സ്. ഈ പഴയ കാര്യങ്ങളൊക്കെ പറയണമെന്ന്, പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ എന്നോട് അത് ചെയ്തു, മനസ്സിലായില്ലേ, നിങ്ങൾ എനിക്ക് അത് മേടിച്ചു തന്നില്ല, അങ്ങനത്തെ പഴയ കാര്യങ്ങളല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് തന്നിട്ടുള്ള, നമുക്ക് സ്ട്രെങ്ത് കൂട്ടിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ നന്നായി നോക്കി പറയാം, അന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ നിങ്ങൾ ഒപ്പം നിന്നതായിരുന്നു എൻ്റെ സ്ട്രെങ്ത്. പോസിറ്റീവായിട്ടുള്ള പഴയ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കൊണ്ടുവരാം, ചർച്ച ചെയ്യാം. പക്ഷെ ഈ പഴയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പഴയ തല്ലും വഴക്കും പ്രശ്നവും കുടുംബ പ്രാരാബ്ദവും എല്ലാം ഒന്നും കൊണ്ടുവരുന്നത്. പിന്നെ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് രണ്ട് ആളുകളും വേറെ ധ്രുവങ്ങളിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് നമ്മുടെ എല്ലാം വേറെ ആയിരിക്കും, താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ എല്ലാം വേറെ ആയിരിക്കും. നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാരേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിക്ക്, ഇപ്പൊ എനിക്ക് എൻ്റെ അച്ഛനമ്മയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെ, എൻ്റെ പാരൻസിനോട് എനിക്ക് ഇഷ്ടമുണ്ടാവും. ദ സെയിം ഇസ് ദാറ്റ് വിത്ത് ദ പാർട്ട്ണറിനും അവരുടെ പാരൻസിനോട് ഇഷ്ടമുണ്ടാവും. ആ ഒരു ആക്സെപ്റ്റൻസ് രണ്ടാളുകളും ചെയ്യണം. എനിക്ക് എങ്ങനെയാണോ എൻ്റെ പാരൻസ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് ദ സെയിം വിത്ത് മൈ പാർട്ട്ണർ. അത് റെസ്പെക്ട് ചെയ്യാൻ തന്നെ പഠിക്കാം. നമുക്ക് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊന്നും തർക്കമില്ല, മനുഷ്യനല്ലേ. നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, ഇഷ്ടക്കേടുണ്ടാവും, എല്ലാം നോർമലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. അതായത് രണ്ടുപേർക്കും അവരവരുടെ ആ ഒരു ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഇതൊന്നും ആയിട്ട് കണക്റ്റഡ് അല്ല. നിങ്ങൾക്ക് ഇഷ്ടക്കേടുകൾ ഉണ്ടാവും പരസ്പരം, അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞു തീർക്കുക. ഇത് പലപ്പോഴും എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നങ്ങളെല്ലാം അവരുടെ വീട്ടിൽ ഇവരുടെ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവരെല്ലാവരും ഇടപെട്ട് ഇത് മൊത്തം കൊള്ളാം. ലാസ്റ്റ് ഡേ ഒരു ലേഡി വന്നിട്ട് അവർക്ക് ചെറിയൊരു പ്രശ്നമാണ്. അവർ പറഞ്ഞു 3 മക്കളായി, 3ാമത്തെ കുട്ടി 4 മാസം. അപ്പൊ അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എനിക്ക് ഡിവോഴ്സ് വേണം, ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന്. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കാര്യമായി അവർക്ക് എടുത്തു പറയത്തക്ക പ്രശ്നമൊന്നുമില്ല, ചെറിയ ഈഗോ ആണ് അവർ തമ്മിൽ. എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ അന്വേഷിക്കുന്നില്ല, കുഞ്ഞിനെയും വെച്ച് ഞാൻ എത്ര കഷ്ടപ്പെടുന്നു 3 കുട്ടികളെ നോക്കാൻ, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ലേഡി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും. അപ്പൊ അവര് കുട്ടികളുടെ TC ഒക്കെ മേടിക്കാൻ പറഞ്ഞു, ഇനി തിരിച്ച് ഫ്ലൈ ചെയ്യുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറഞ്ഞു വന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം, ദാറ്റ് യു ഫീൽ ദാറ്റ് യുവർ ഹസ്ബൻഡ് ഇസ് നോട്ട് ഹിയറിംഗ് യു, എനിക്ക് വാല്യൂ തരില്ല തോന്നുന്ന കാര്യം എല്ലാം എഴുതാൻ പറഞ്ഞു അവരോട്. എല്ലാം എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ടാവും, ഇല്ല ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്, 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാലേ വീട്ടിലെത്തുന്ന സമയമാവുള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇതെല്ലാം കടലാസിൽ എഴുതി വെച്ചിട്ട് ഫൈനൽ നമ്മൾ ഡിവോഴ്സ് തന്നെയാണ് തീരുമാനിച്ചത്, ഓക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി ഇനി അയാളോട് ജീവിക്കാൻ പറ്റില്ല, എല്ലാം സമ്മതിച്ചു, ഈ വെൻ ഡൗൺ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് പറയാൻ പറഞ്ഞു. ലാസ്റ്റ് ആയിട്ട് അത് പറയാം. ഇതെല്ലാം പുള്ളിക്കാരി ഇയാൾക്ക് വോയിസ് നോട്ട് ഇട്ടു. വിളിച്ച് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ കരയും മാം, വേണ്ട വോയിസ് ഇട്ടോ. ഇവരിതെല്ലാം വോയിസ് ഇട്ട് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇതൊക്കെയാണ് പ്രശ്നമെങ്കിൽ എന്നോട് നേരത്തെ പറയായിരുന്നില്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അത് തുറന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷി ഫ്ലൂ ബാക്ക്. അവിടെ എത്തിയതിന് ശേഷം എനിക്ക് മെസ്സേജ് ഇട്ടു, ഇപ്പൊ എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. ഈ തുറന്നു പറച്ചിലുകള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ഇന്റൻഷനലായിട്ട് നമ്മൾ തുറന്നു പറയേണ്ട സ്ഥലത്ത് തുറന്നു പറയണം. ഇന്റൻഷനലി നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് റീവർക്ക് ചെയ്യണം അല്ലെ. എപ്പോഴൊക്കെ ആണോ ഇത് താഴോട്ട് പോകുന്നത്, ഈ ബന്ധത്തിൽ വിള്ളൽ വരുന്നുണ്ട് എന്ന് തോന്നുന്നത്, അപ്പോഴൊക്കെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, എനർജി ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ വീണ്ടും ഇതിനെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ജാസ്മിൻ മാം ഒക്കെ ഇരിക്കണുണ്ട്, ഞാൻ ഉറങ്ങിപ്പോയിട്ട് കണ്ണു മാത്രം തുറന്നു വെച്ചിരിക്കുകയാണോ? പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. നമ്മളിങ്ങനെ നോക്കുമ്പം എല്ലാവരുടെയും ഇപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുമോ മാമിന്റെ കാര്യങ്ങളൊക്കെ അല്ല, എന്റെ ലൈഫിലും ഉള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസിന് എന്നെ എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്, ഇൻക്ലൂഡിങ് മീ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഐ എം റിമൂവ് മൈസെൽഫ്. ഇതിൽ കുട്ടികളുടെ കാര്യം കൂടി നമ്മള് ഇൻവോൾവ് ചെയ്യുമ്പോഴേ എനിക്ക് പണ്ട് പറഞ്ഞത് ഒരു ഓർമ്മ വരുന്നു. ഒരു ചോക്ലേറ്റ് ആണെങ്കിലും നമ്മള് അമ്മമാര് അതിങ്ങനെ മാറ്റി വെക്കും, നമ്മൾ കഴിക്കാതെ. ഓർക്കുന്നുണ്ടോ നമ്മളെ ഷെയർ ചെയ്തത്? ഞാൻ അങ്ങനെ അല്ലാന്ന് അച്ഛനെ പറഞ്ഞില്ലേ, അത് കറക്റ്റ് ആണ്. നമുക്ക് ഷെയർ ഓർക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞേ. അല്ല, അത് ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മള് റിലേഷൻഷിപ്പിൽ നമുക്ക് കാലം കഴിയുമ്പം വരുന്നൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് മാറ്റി വെക്കും അല്ലേ. നമ്മൾ വലിയ ത്യാഗികളായി മാറും. എന്തിനാണ്? നിങ്ങൾക്ക് എന്താ ഗാലണ്ടറി അവാർഡ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ രാജ്യസ്നേഹം പുറപ്പെടുവിക്കുകയാണോ ഇവിടെ? അല്ലല്ലോ. അങ്ങനെ ഒരു തരത്തിൽ നിങ്ങൾ ത്യാഗം ചെയ്യണം. വാട്ട് ഡു യു എക്സ്പെക്ട്? ഈ കുറെ എല്ലാം വേണ്ടാന്ന്, എന്റെ ഇഷ്ടങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ അടക്കം പറയാറുണ്ടായിരുന്നു ഒരടക്കം വരെ, എന്റെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ചു, ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു അതൊക്കെ വേണ്ടാന്ന് വെക്കാൻ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു സംഭവം പറയും, പ്രിയ പറഞ്ഞത് നന്ദി. അതായത് ചോക്ലേറ്റ് മേടിക്കുമ്പോ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചോക്ലേറ്റ് ഞാൻ ബാക്കി വെച്ചിട്ട് പിള്ളേര് ചോദിക്കുമ്പോൾ കൊടുക്കും, പാവല്ലേ പിള്ളേരല്ലേ. ബട്ട് ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഞാൻ ഈ സ്വഭാവം നിർത്തി. എനിക്കെന്താ വായും വയറും ഇല്ലേ? വീട്ടിലേക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ യു ഹാവ് ടു ബൈ 3. അത് പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഹസ്ബൻഡ് എപ്പോഴും 3 എണ്ണം മേടിച്ചോണ്ട് വരും. ഞാനാണ് ഈ ഒരെണ്ണം പിള്ളേര് തിന്നു കഴിഞ്ഞിട്ട് അമ്മ ഒരു കഷ്ണം തരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിച്ചോന്ന് പറയും. ഐ ഹാവ് സ്റ്റോപ്ഡ് ദാറ്റ്. അത് എന്റെ ഹാപ്പിനെസ് ആണ് അല്ലേ. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ എന്താ നേടാൻ നോക്കുന്നത്? കുട്ടികൾ നാളെ നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് തരുന്ന വിചാരിച്ചിട്ടാ? നമ്മൾ കഴിക്കാൻ തോന്നുന്ന കാലമൊക്കെ ത്യജിച്ചിട്ട് പിന്നീട് ഇഷ്ടംപോലെ ചോക്ലേറ്റ് വീട്ടിലുണ്ടാകുമ്പോൾ ഷുഗർ ആയിരിക്കും, ഹൈ ഷുഗർ. അമ്മ അത് തൊട്ടു പോകരുത്, അമ്മയ്ക്ക് ഷുഗർ ആണ് എന്ന് പറഞ്ഞ് പേരക്കുട്ടി അടക്കം വരും ഇല്ലേ. ഒരു ലഡുവിനും വേണ്ടി, ഒരു മിഠായി കഷ്ണത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെൽഫ് ലവ്. അന്ന് മാം ഇത് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. അന്നൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അപ്പൊ നമ്മുടെ സജിനയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഞാൻ എനിക്കും ഇനി ഒരു മുട്ട പുഴുങ്ങാനിടും. സജിന മുട്ട കഴിച്ച് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. നമുക്ക് സജിന മാമിനോട് ചോദിക്കണം, മുട്ട കഴിച്ച് തുടങ്ങിയോ എന്നുള്ളത് അല്ലേ. ഒരു ആരോഗ്യമൊക്കെ കാണാനുണ്ട് മുട്ട കഴിച്ച് തുടങ്ങിയോ എന്നുള്ളത്. അപ്പൊ ശരിക്കും അതാണ് നമ്മൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മളൊന്നും ത്യാഗവും ത്യജിച്ചും ഒന്നും നേടാൻ പറ്റില്ല നമുക്ക് റിലേഷൻഷിപ്പിൽ. നമുക്ക് സങ്കടം മാത്രമാണ്. ലാസ്റ്റ് ഡേ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു ആന്റി വന്നിട്ട് ആ ആന്റിയുടെ 2 മക്കളെയും വളർത്തി പഠിപ്പിച്ചു. ആന്റി ഭയങ്കര മൾട്ടി ടാലന്റഡ് ആട്ടോ. നൗ ഷീ ഈസ് അറൌണ്ട് 75. ഇപ്പൊ ഭരതനാട്യം പഠിക്കുന്നുണ്ട്, 2-3 സ്റ്റേജിൽ ഡാൻസ് കളിച്ചു, നാടക കളരിയിൽ പോയി പങ്കെടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഒരു ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അങ്കിള്. അപ്പൊ ആന്റി കംപ്ലീറ്റ് അങ്കിളിനെ നോക്കാൻ വേണ്ടി ഫുൾ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്തു. അങ്കിളിനെ നന്നായി നോക്കി. അതിനുശേഷം 2 മക്കളെ വളർത്തി വലുതാക്കി, അവർ പഠിച്ചു, ജോലിയായി, എല്ലാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം അങ്കിള് മരിച്ചപ്പോഴാണ് ആന്റി ശരിക്കും ഒറ്റപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ ആന്റിക്ക് ഒറ്റപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ അങ്കിളുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടല്ല. ആന്റിയുടെ ഒരു ആ റെഗുലർ പാറ്റേൺ ഇല്ലാണ്ടായി. അങ്കിളിനെ നോക്കുക, അങ്കിളിനെ നടത്തിക്കാൻ കൊണ്ടുപോയി, ഇതൊക്കെയായിരുന്നു ആന്റിയുടെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ആന്റിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടപ്പോ ആന്റി ഇങ്ങനെ എന്തോ വർത്താനം പറഞ്ഞപ്പോ മോളോട് പറഞ്ഞു, ആന്റിക്ക് കുറെ ആഗ്രഹങ്ങളാണ്. ഡാൻസ് നന്നായി കളിക്കും, പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു സൂപ്പർ മോമാണ് കേട്ടോ ആന്റി. അപ്പൊ ആന്റി ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെടി മേടിക്കാന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോ നമ്മൾ വീട്ടിൽ വന്ന് ഇങ്ങനെ വെറുതെ ടോപ്പിക് എടുത്തിട്ടതാ, നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല, ഈ ടോപ്പിക് എടുത്തിട്ടത്. ഇവര് കരഞ്ഞിട്ട് ഇവര് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയും? എന്റെ ലൈഫ്, അവര് 75 വയസ്സായി ആലോചിക്കണേ, എന്റെ ലൈഫ് മുഴുവൻ ഞാൻ എന്റെ മക്കൾ ജോലിക്ക് പോയപ്പോ പേരക്കുട്ടികളെ നോക്കാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞപ്പോ മോള് ചോദിച്ചൊരു ചോദ്യമാണ്, അമ്മ ജോലിക്ക് പോവാതെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് നൗ യു ആർ കംപ്ലൈനിങ്, വാട്ട് ഫോർ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞിട്ടാണോ അമ്മ പോവാതിരുന്നത്? അപ്പൊ ആലോചിച്ച് നോക്കും, അവർക്ക് 75 ഇയേഴ്സ് ആയിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്വയം തോന്നുകയാണ് ചെയ്തത് തെറ്റായി. പക്ഷെ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല.
അപ്പൊ അന്ന് ഞാൻ അവരിൽ നിന്ന് പഠിച്ച പാഠം ഇതാണ്. 75 വയസ്സിൽ അവർക്കത് റിവേഴ്സ് ചെയ്യും. പക്ഷെ ആന്റി എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ അയച്ചു തന്നു, ഭരതനാട്യം കളിച്ചതിന്റെ ആണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ എൻകറേജ് ചെയ്തു അവരെ. ബിക്കോസ് സന്തോഷമുള്ള കാര്യമില്ല, അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം. അപ്പൊ ഞാൻ പറയണത്, ലേറ്റർ സ്റ്റേജിലെ അപ്പം സന്തോഷിക്കാന്ന് വിചാരിച്ച ആരും ജീവിക്കണ്ട. ഇപ്പൊ തന്നെ നമ്മുടെ സന്തോഷം കൂടി കൺസിഡർ. അതെന്താ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാലേ, നമ്മൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കി നോക്കി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സ്ട്രെസ് കുറയും, ഭയങ്കരമായിട്ട് സ്ട്രെസ് കുറയും. നമ്മളിതെല്ലാം ത്യജിച്ച് ഭയങ്കര കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടാത്തതിന് വിഷമം, നമ്മളെ കൺസിഡർ ചെയ്യണില്ല എന്നുള്ള വിഷമമൊക്കെ നമ്മൾ വരുന്നത്. നമ്മൾ എന്തിനാ അവര് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ചെയ്തുകൂടെ? നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൂടെ? ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മളിലേക്ക് ഊർജ്ജം കൊണ്ടുവരിക. അങ്ങനെ ഊർജ്ജം കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പാർട്ട്ണറിനെ ദ്രോഹിക്കുന്ന നിർത്തും. ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തട്ടെ. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ, അതായത് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ ഔട്ടിങ്, നിങ്ങളുടെ ഗെറ്റ് ടുഗെദർ, നിങ്ങളുടെ മീറ്റപ്പ്, ഇതൊന്നും വേണ്ടാന്ന് വെക്കരുത്. അത് എടുത്തു പറയണം. പല കാരണങ്ങളും കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കും. അങ്ങനെയൊന്നും നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. അത് വേറൊന്നും കൊണ്ടല്ല, കുറെ കാലങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ ഈ വേണ്ടാന്ന് വെച്ചതെല്ലാം കുമിഞ്ഞു കൂടിയിട്ട് നമ്മൾ പ്രതികരിക്കുന്നത്. ഇതെല്ലാം കൂട്ടി 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 വെച്ചിട്ട് ഫൈനലി യു വിൽ ബേസ്റ്റ് ഔട്ട്. ബേസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട്ണർ കാണ്ട് ഹെൽപ്പ് യു. ആ റിലേഷൻഷിപ്പിൽ ഭയങ്കര വിള്ളൽ വരും. അപ്പൊ ഇപ്പോഴേ അങ്ങനെ കൂട്ടിവെച്ചതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ തട്ടി തട്ടി മാറ്റി മാറ്റി ക്ലീൻ ആക്കി ലെവലിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഗെറ്റ് ടുഗെദർ പോകണോ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണോ, നേരത്തെ പ്ലാൻ ചെയ്യുക. നിങ്ങൾ പോവുക. പോയി കഴിഞ്ഞിട്ട് എപ്പോഴും ചെക്ക് ഇരിക്കാണ്ടിരിക്കുക. കഴിച്ചോ, നിന്നോ, നടന്നോ, വന്നോ, പോയോ? നോ. നിങ്ങൾ എന്തിനാണോ പോയത് അത് എൻജോയ് ചെയ്ത് ആ 2 ദിവസം നിങ്ങൾ ഊർജ്ജമൊക്കെ ഉണ്ടാക്കിയിട്ട് വരിക. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ഹാബിറ്റ് ആളുകൾക്കുണ്ട്. ഹസ്ബൻഡ് ആയാലും ശരി, വൈഫ് ആയാലും ശരി. വൈഫ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഉടനെ ഹസ്ബൻഡ് പറയും, വേണ്ട വേണ്ട, നീ പോണ്ട, ഞാൻ വരുമ്പോ മേടിച്ചോണ്ട് വരാം. എന്തിന്? അവര് പോയി വാങ്ങട്ടെ, അല്ലേ? കഴിഞ്ഞ ദിവസം ഭയങ്കര ഇതായിട്ട് പറയാട്ടോ, കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഒരു ഹസ്ബൻഡ് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്യില്ല ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യൂല ഈ മനുഷ്യൻ, ഒന്നും ചെയ്യൂല, എന്തിന്, ഇന്നർ പോലും കഴുകൂല എന്നാണ് ഇവര് തർക്കിച്ച ഒരു കാര്യം. അപ്പൊ ഞാൻ എടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾ കല്യാണം കഴിക്കണ മുമ്പ് നിങ്ങളുടെ ഹസ്ബൻഡ് ദൂരെ സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ആളാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്തിരുന്നത്? അപ്പൊ പുള്ളി ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങളോട് അലക്കി തരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു. ഇല്ല. അത് പിന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി മുതൽ ഞാൻ അലക്കിക്കോളാം. അപ്പൊ ഇത് ആരുടെ തെറ്റാണ്? ആരുടെ തെറ്റാണ്? നിങ്ങളുടെ തെറ്റല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളായിട്ട് ഏറ്റെടുത്ത ഒരു ഡ്യൂട്ടിയാണ്. കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇത് വിളിച്ചറിയണം എന്തിനാ? ആ നല്ല മനുഷ്യൻ അയാളുടെ പണി ചെയ്തോണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് പുള്ളി എണീറ്റ് പോകുമ്പോൾ പുള്ളിയുടെ കിണ്ണം കഴുകിയിരുന്നു. അയ്യോ ചേട്ടാ വേണ്ട, ഞാൻ കഴുകാം. നിങ്ങൾ ഇതെല്ലാം ഒരു ആവേശത്തിൽ കയറി ഏറ്റെടുക്കും. പിന്നെ അത് കഴിയുമ്പോൾ എന്താവും? കുട്ടികളായി, മക്കളായി, പ്രാരാബ്ധായി നിങ്ങളും ജോലിക്ക് പോയി തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും? ഫ്രസ്ട്രേഷൻ വരും, ദേഷ്യം വരും. അപ്പൊ വിളിച്ചു പറയണതാ ഇതൊക്കെ. അപ്പൊ നമ്മള് റൊമാൻസ് ആയിരുന്നു അർച്ചന, അന്ന് റൊമാൻസ് ആയിരുന്നു. റൊമാൻസ് മാറി ലവിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ബുദ്ധിമുട്ടായി അല്ലേ? പക്ഷെ റൊമാൻസിനൊരു ഇത് വെക്കണം. ചില കാര്യങ്ങളൊന്നും റൊമാൻസിന്റെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ അൺവാണ്ടഡ് അൺനെസസറി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് സ്വയം ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാതിരിക്കുക. റിലേഷനിൽ രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കാര്യങ്ങളുണ്ട്, അതിലോട്ട് മുന്നോട്ട് പോകും. അനാവശ്യമായിട്ട് ഞാൻ ചെയ്തോളാം, അങ്ങനെയൊന്നും നിങ്ങൾക്ക് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹം പിടിച്ച് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് വരുമ്പം, പ്രശ്നം വരുമ്പം, കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറയില്ല. ഇപ്പൊ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്യുക? അങ്ങോട്ട് ഓഫീസിൽ പ്രശ്നമാണ്, അതിന്റെ പ്രഷറാണ്, വീട്ടിൽ വന്ന് തീർത്താൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കൊരു ചായ ഇട്ട് കൊടുത്തൂടെ? എന്താ പറ്റിയെന്ന് ചോദിച്ചൂടെ?
സൊല്യൂഷൻ വേണ്ട. ഇന്ന് രാത്രി നിങ്ങളുടെ ഫേവററ്റ് ഫുഡ് ഉണ്ടാക്കട്ടെ. നിങ്ങൾക്ക് പറ്റണ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അല്ലാണ്ട് ഓഫീസിലെ പ്രശ്നം മുഴുവൻ നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കണ്ട. വൈസ് വേഴ്സ. വൈഫിന് വയ്യ, ഭയങ്കര വയറുവേദനയാണ് ഇൻ ഹർ പീരിയഡ്സ്, അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കും ഇപ്പൊ മൂഡ് സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലേ? അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ. അപ്പൊ ഒരു ഭയങ്കര പെയിനിലാണ്, വയ്യ, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഛർദിയാണ്, വയ്യ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? അവൾക്ക് വേണ്ടി എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ? there are people who ask this. പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കുക, ഒന്ന് നടക്കാൻ പോവാ, അല്ലേ? എന്താ വേണ്ടേന്ന് ചോദിക്കാം. അപ്പൊ ഇത്രയൊക്കെ മതി. ഇതൊക്കെ നിങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ റൊമാൻസിന്, ലവ് ബിയോണ്ട് റൊമാൻസ് എന്നുള്ളത് അവിടെ വർക്കൗട്ട് ആവും. റൊമാൻസ് വന്നും പോയിക്കൊണ്ടിരിക്കും, അല്ലെ? ഇടക്കിടക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ ആളോട് പെർട്ടിക്കുലർ സമയത്ത് മാത്രം തോന്നുന്ന സാധനം ഇടക്കിടക്ക് തോന്നൽ വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ലവ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻപുട്ട് ചെയ്യുക. ഇതിപ്പോ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം. ഞാൻ ഒരു പുതിയ സയൻസും ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല, പുതിയതായിട്ട് ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ബട്ട് ദിസ് ഇസ് ഓൺലി എ റിമൈൻഡർ. ഇതൊക്കെ ഉണ്ട്, ഇതൊന്നും നിങ്ങൾ മറക്കല്ലേ എന്നുള്ളത്, അല്ലേ? എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ എന്നാലും ആ റിലേഷൻഷിപ്പ് ഹോൾഡ് ഓൺ ചെയ്യാൻ, മൂവ് ഓൺ ചെയ്യാൻ, അതിലേക്കുള്ള ഫ്യൂവൽ അടിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ സെഷൻ. ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഒരു ലൈഫ് ഉണ്ട്. നാളെ ഒരു കാലത്തേക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല. ഇപ്പൊ ജീവിക്കണം. ഇപ്പൊ ജീവിക്കുമ്പോൾ സന്തോഷമായി ഈ മൊമെന്റിനെ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കും. ഇതിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് പോലെ കുറെ എന്താ പറയുന്നത്, ചിരിപ്പിക്കാനുള്ള ഐറ്റം ഒന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ചിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കുറെ അനുഭവങ്ങളായിപ്പോയി. യെസ്, നന്നായിരുന്നു മാം. ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഗിഫ്റ്റ് വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെ ആ ഒരു പഴയ കാലത്തിലേക്കൊക്കെ കുറെ പോയി എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും ബുദ്ധിമുട്ടും EMI-യും എല്ലാം ഒരു സൈഡിൽ ഇരിക്കും. പക്ഷെ നമ്മുടെ ലൈഫ് അത് നമ്മുടെ മാത്രമാണല്ലേ. കുറഞ്ഞ കാലയളവിലാണ് നമ്മുടെ ഈ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ പ്രോബ്ലത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളെ ഇഷ്ടങ്ങളെ എല്ലാം കളഞ്ഞ് നമ്മൾ പരസ്പരം പരിഗണിക്കാതെ പരസ്പരം പരാതി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളായിട്ടാണ് കടം വരുത്തിയത്, നിങ്ങളായിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഓരോരുത്തരും അവരുടെ ഭാഗങ്ങളെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഒരു അവസരത്തിൽ പരിഗണനയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ തന്നെ കൊറോണ ടൈമിൽ ഒരു ഭർത്താവിനെ ഭാര്യ കളഞ്ഞിട്ട് പോയി. അയാൾക്ക് കൊറോണ ആയിരുന്നു, കളഞ്ഞിട്ട് പോയി. പിന്നെ ഒരു പ്രവാസി വന്ന് മരണപ്പെട്ട ആ വീടിനകത്ത് കിടന്നിട്ട് അയൽവാസികള് സ്മെല്ല് വന്നപ്പോഴാണ് അങ്ങനെ ഒരാൾ അതിനകത്ത് കിടക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ ചോദിക്കുക, ഈ ഭാര്യ മക്കളൊക്കെ എവിടെ ആയിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതുപോലെ എത്രയോ കേസസ് വരെയും ഒരു ഡോക്ടർ കൊറോണ വന്നിട്ട് മരണപ്പെട്ടു. പക്ഷെ അത് കൊറോണ കാരണം അല്ല അദ്ദേഹം മരണപ്പെട്ടത്. കൊറോണ ഉണ്ടായിരുന്നു, പക്ഷേ ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. കാരണം ഒറ്റപ്പെടൽ. അങ്ങനെ വേറിട്ട ഒരുപാട് കേസസ് ഉണ്ട്. അപ്പൊ ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു പങ്കാളിയുടെ ഏറ്റവും വലിയ ജീവിത ദൗത്യം എന്ന് പറയുന്നത്, അല്ലെ? അത് കണ്ട് തന്നെയാണ് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ മക്കൾ വളരാനുള്ളത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നിട്ട് കളഞ്ഞിട്ട് പോകുന്ന എത്രയോ കേസസ് ഉണ്ട്. മക്കൾക്ക് അസുഖം, ഒരുപാട് പേര് എനിക്ക് തന്നെ അറിയുന്നവരുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് സത്യത്തില് ക്യാഷോ അല്ലെങ്കിൽ മറ്റു പലതും അല്ല, ഒരു ചേർത്ത് നിർത്തൽ, ഒരു പരിഗണന. ഈ പരിഗണന നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. അത് എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിനകത്ത് താമസിക്കുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അന്ന് ആ ഒരു പരിഗണന കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് അത് ആസ്വദിക്കുന്നുണ്ട് ആ ലൈഫ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം എനിക്ക് വാങ്ങിത്തന്ന ഒരു ചുരിദാർ എനിക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. മാം പറഞ്ഞതുപോലെ ആ കണ്ടക്ടറുടെ ബാഗ് പോലെ ഇരുന്നെന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് അത് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. വലിയ സൈസായിരുന്നു എനിക്ക്. പിന്നെ അപ്പോഴൊക്കെ പിന്നെ നമുക്ക് എന്ത് കിട്ടിയാലും ഇടും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. കാരണം നമുക്ക് മറുത്ത് പറയാൻ അറിയില്ല. പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇന്നും അത് ഞാൻ ഭംഗിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
അത് എനിക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് ആണ്. അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്റെ ഭർത്താവ് എനിക്ക് ആദ്യമായി വാങ്ങിത്തന്നത് എന്നുള്ള ആ ഒരു ഇതാണ്, ഒരു ഫീലിങ്സ്. അതിന്റെ പേരിലാണ് അത് ഇന്നും എന്റെ അലമാരയിൽ ഭംഗിയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത് കുറഞ്ഞ പക്ഷമേ ഞാൻ ഇത് ഇട്ടിട്ടുള്ളൂ, പക്ഷെ അത് ഇന്നും എന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത് എടുത്ത് കാണിക്കുമ്പോഴൊക്കെ പുള്ളിക്കാരൻ പറയും, ഇത് ഇപ്പോഴും നീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ അത് മണ്ണോട് അലിഞ്ഞു ചേർന്നേനെ എന്ന് പറയുകയും ചെയ്യും. അപ്പോഴേ പരസ്പരം ആ ഒരു സ്നേഹം ആ ഒരു വസ്തുവിലൂടെ ആണെങ്കിൽ പോലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതില് ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആ ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ആർക്കൊന്നും പറയാനില്ലേ? ഹായ് മാം, ഞാൻ ഫജറുന്നിസ. ആ. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും മാം, ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഈ സൈക്കോളജി പഠിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു ചെറിയൊരു റിഗ്രറ്റ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു നല്ല അമ്മയല്ലേ, നല്ലൊരു ഭാര്യയല്ലേ എന്നൊക്കെ എനിക്ക് മുമ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ചോക്ലേറ്റ് ഒക്കെ ഞാൻ എനിക്കെടുത്തിട്ടേ എൻ്റെ മക്കൾക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കറിയൊക്കെ വെക്കുമായിരുന്നു. അപ്പോ ചിലരൊക്കെ പറയും, ഓ നീ എന്തൊരു തള്ളയാ, കുട്ടിക്ക് കൊടുക്കാതെയാണോ നീ കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ ഞാനൊരു നല്ല അമ്മയല്ലേ എന്നൊക്കെ തോന്നി. പക്ഷെ സൈക്കോളജി പഠിച്ചപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഷുഗർ വന്നാലും പ്രശ്നമില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് അപ്പൊ അതായിരുന്നു സെൽഫ് ലവ് എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഇപ്പൊ മാം പറഞ്ഞ അതുപോലെ ഒരു കേസ് എനിക്ക് വന്നിരുന്നു. അപ്പോ അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഇവളെ കിടത്തുന്നത് 1.5 ലക്ഷം രൂപയുടെ ബെഡിലാണ് എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞത്, ഞാൻ ആ ബെഡിൽ കിടന്ന് ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെയും പ്രശ്നം ഇതാണ്, അയാള് അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ അയാള് ഇപ്പോഴും വില്ലിങ് അല്ല, അങ്ങനെ മനസ്സിലാക്കാൻ അയാള് തയ്യാറല്ല. അത് ഞാൻ ഇതെല്ലാം അവൾക്ക് ചെയ്യുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് അവൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ല? കാരണം എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് അത് എനിക്ക് ഇവളെക്കുറിച്ച്, കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു അടിമയാണ് എന്നാണ് അയാളുടെ ഒരു വെപ്പ്. ഒരു 52 വയസ്സുള്ള ഒരാളാണ്. അപ്പൊ അയാൾ പറയുന്നത് അയാൾ കഴിക്കുമ്പോൾ അത്രയും സമയം അടുത്ത് നിന്ന് ഈ മീനിന്റെ മുള്ള് നീക്കി അയാളുടെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അവരങ്ങനെ കൊടുക്കാൻ അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അവർക്ക് വയ്യ. അവരും 10, 58, 48 വയസ്സായി. അവർക്ക് നിൽക്കാൻ വയ്യ, മുട്ടുവേദനയൊക്കെ ഉണ്ട്. ഇത് ഇയാൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വേറെ ഇതല്ല, ഇങ്ങനെയുള്ള കുറച്ച് പരാതികളൊക്കെയാണ്. അപ്പൊ ഈ 1.5 ലക്ഷം രൂപയുടെ ബെഡിൽ കിടന്നാലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? അപ്പൊ ഇങ്ങനെ ഞാൻ ഇതൊക്കെ ശരിക്കും നമ്മളിതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. പരസ്പരം ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഭാര്യ എന്ന് നമ്മളങ്ങോട്ട് ഒരു പഴയ ഒരു ക്ലീശ ഉണ്ടല്ലോ, അവളെല്ലാം അനുസരിക്കേണ്ടവളാണെന്നും ആ ഒരു ഇതിൽ നിന്ന്, കൺസെപ്റ്റിൽ നിന്ന് മനുഷ്യരെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരലാണ് നമ്മളെ പോലെയുള്ളവരുടെ ദൗത്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും മാം നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് പഴയ കാര്യങ്ങളിലേക്കും ഒക്കെ ചിന്തിക്കാനും മാറി ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പകുതി ഈ പറഞ്ഞ പറഞ്ഞു. ഈ പറഞ്ഞപ്പോ എനിക്ക് ചിരിയാ വന്നത്. ആലോചിച്ച് നോക്കൂ അല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ മുള്ളു മാറ്റി മീൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലാണോ? അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ലക്കിയാണ്. സോ മച്ച്. ഞാനത് എപ്പോഴും ആലോചിക്കും. എന്റെ മുന്നിൽ വരുന്ന ഓരോ കേസ് വരുമ്പോഴും എന്റെ ഹസ്ബൻഡിനോട് എനിക്ക് ഭയങ്കരമായിട്ട് പ്രേമം തോന്നും. യെസ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. Correct ആണ്. നമ്മൾ റിവേഴ്സ് പറയും, മറ്റേതിനെ കണ്ടാൽ വീട്ടിലുള്ളത് കിണറ്റിലിടാൻ തോന്നുന്നു, പക്ഷെ ചിലതിനെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതേ ഡയലോഗ് ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നോ, ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാനത് തിരുത്തി ഞാൻ തന്നെ പറയും, അയ്യോ ഞാൻ അതെ എടുത്ത് തലയിൽ വെച്ചു. അതെ. ഒരിക്കലും ഒരു പോലീസുകാരൻ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരാണ് മാം അത് പറഞ്ഞപ്പോ. അദ്ദേഹം പറഞ്ഞ്, എന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയടുത്ത് വഴക്കിട്ടിട്ടായിരിക്കും ഞാൻ രാവിലെ അവളെ തെറി പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. കാരണം അത്യാവശ്യം പ്രഷർ ഉണ്ടല്ലോ ഒരു പോലീസുകാരൻ. അവിടെ വന്ന് ഓരോ കേസസ് കാണുമ്പോൾ എന്റെ ഭാര്യ മുട്ടാണ്. അപ്പൊ അതാണ്. അപ്പൊ അതിനേക്കാളും ഭീകരതയാണ് ഇവിടെ ആ സ്റ്റേഷനിൽ കാണുന്നത്.
അങ്ങനെ നോക്കുമ്പോൾ മുത്ത് തന്നെയാണ്. അപ്പൊ അവരുടെ ക്വാളിറ്റീസ് നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴല്ല സത്യത്തിൽ നമ്മൾ ഇവരുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കേണ്ടത്. അതിനു മുന്നേ തന്നെ നമ്മൾ ഇവരുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കുക. നമുക്ക് എപ്പോഴും ഈ ഈച്ചയുടെ സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. ഈച്ചയുടെ സ്വഭാവം എന്താണ്? മോശ സാധനം കണ്ട അതിൽ പോയിരിക്കും. എന്തെല്ലാം നല്ല സാധനങ്ങളുണ്ട്. അതുപോലെയാണ് ചില മനുഷ്യര്. പ്രത്യേകിച്ച് ചില ഞാൻ സ്ത്രീ വിരുദ്ധ പരാമർശം എന്നൊന്നും പറയരുത്. പല സ്ത്രീകളും എന്ത് നല്ലത് ചെയ്തു കൊടുത്താലും മോശത്തിൽ മാത്രം നോക്കുന്ന സ്ത്രീകളുണ്ട്. അല്ലേ? ഈച്ചയുടെ സ്വഭാവമാണത്. നല്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോളൂ, മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവര് ഈ പ്രശ്നത്തിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന്റെ പുറകെ നടത്തിക്കും. നല്ലത് എഴുതി വെക്കുക, അയാളുടെ നല്ലത് എഴുതി വെക്കുക. അത് നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടാവും, നിങ്ങളിൽ അവർക്കുണ്ടായ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടാവും, അവർക്ക് വല്ലതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ കുറെ നന്മകൾ മാത്രം എഴുത് എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ഈ നന്മകള് ഇപ്പൊ ഇവര് ചെകഞ്ഞ് നടക്കുകയാണ് നല്ലത് നോക്കി. അങ്ങനെ നല്ലത് നോക്കി നടക്കുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടെ മെന്റൽ പാറ്റേണിൽ ചേഞ്ചസ് വരും. തീർച്ചയായിട്ടും. ഇത് മോശം കണ്ട് മോശത്തിൽ പോയി ഇരുന്ന് ഇവര് തന്നെ ഒരു മോശം സാധനമായി മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ കണ്ണുകൊണ്ട് നോക്കുമ്പോ എല്ലാം ഇത് തന്നെ കാണുള്ളൂ. അപ്പൊ അത് ഇവിടെ നമ്മൾ correct ആണ് മറ്റൊരു ട്ടോ. ഒരു സ്ത്രീയെ അറിയാം. ഭർത്താവ് എന്ത് ചെയ്താലും സാറ്റിസ്ഫൈഡ് അല്ല. എന്തിലും കുറ്റം മാത്രം കാണുന്ന ഒരു സ്ത്രീ. അങ്ങനെ ഉണ്ട്. വേറൊന്നും വേണ്ട. എനിക്ക് ആ അതെ അതെ. നമ്മൾ അവരുടെ എൻ- നല്ല വശങ്ങൾ കാണുക. മോശം പോട്ടെ, ഏതൊരു മനുഷ്യനും മോശം വശം ഉണ്ടാവുമല്ലോ. നല്ലത് കാണുക, അത് എടുത്തു പറഞ്ഞൊന്ന് അപ്രീസിയേഷൻ കൊടുക്കുക. അതൊക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്, ഇല്ലേ? അപ്പൊ തന്നെ അതെ അവർ അതെ അതെ. ഫ്ലാറ്റ്. സത്യത്തിൽ ഈ പുരുഷന്മാര് പാവങ്ങളാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ ചിലത് കുറെയൊക്കെ അങ്ങ് ഫ്ലാറ്റ് ആവും, അല്ല ഇല്ലേ? ഇതിന്റെ അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗം മാത്രം സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്തിട്ട് വീട്ടിലാർക്കെങ്കിലും കാണിക്കാനുണ്ടോ? വൈഫിനെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ഹസ്ബൻഡിന് ഉം. അല്ല, ഇല്ല. ജാസ്മിൻ മാമിന് അതെ. ഹസ്ബൻഡിന് അല്ല, കാണിച്ചു കൊടുക്കാൻ ഹസ്ബൻഡ് താല്പര്യമുള്ളത് ആ ഒരു അല്ല മോശം. ഹസ്ബൻഡ് കുറ്റങ്ങൾ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ കുറിച്ച് പ്രൗഡായിട്ട് മറ്റുള്ളവരടുത്ത് സംസാരിക്കുന്നത് എന്റെ ചെവിയിൽ തന്നെ ഞാൻ അറിയാതെ തന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ ഈച്ചയുടെ പോകുമ്പോഴത്തേക്ക് സ്വഭാവം ഒരു തിരുത്തിക്കോട്ടെ. ഈച്ചയുടെ സ്വഭാവം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണ്. ഉണ്ട്. പക്ഷെ മെജോറിറ്റി ഈ പറഞ്ഞ നമുക്ക് പോലെ തോന്നുന്നതാണ്. നമ്മള് പലപ്പോഴും ഇറങ്ങിച്ചെന്ന ആളുകളെ കേട്ട് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ആൺ പെണ്ണ് വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരിലും ഏതായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവര് ചിന്താഗതിയിലാണ് കാര്യങ്ങളുള്ളത്. ആൺ പെൺ വ്യത്യാസം അങ്ങനെ ഒരു ഇതില്ല. പിന്നെ ഈ പറയുന്നത് പോലെ കൂടുതൽ സമയവും വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകളാവുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ബാക്കി സമയം ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള ചിന്തകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുക, ബിസി ആയിട്ട് ഇരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പോലത്തെ ഒരു കമ്പാരിസണും നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് എന്താണോ, നമ്മുടെ പാർട്ട്ണർ എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ നമുക്ക് മിച്ചമുള്ള സമയം ഉള്ളൂ. ബാക്കി കമ്പാരിസനും ഈ ചർച്ച ചെയ്യാനും ഇതിനൊന്നും സമയമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാക്കി സമയം നമ്മുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് തന്നെയാണ്. ഇതില് ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതില് നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത് കൂടിപ്പോയാലും പ്രശ്നമല്ലേ? എല്ലാത്തിനും ഒരു അതെ അതെ, ബാലൻസ്. തീർച്ചയായിട്ടും. അമിതമായാൽ അമൃതും വിഷം. അതാണ്. സെൽഫ് ലവ് മാത്രമായി ഒരാളെ കണ്ണിന് മുമ്പിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമാണ്. അതാണ്. എന്തും അപ്പൊ ഒരു അവിടെ ഒന്ന് ബാലൻസ് ശ്രദ്ധിക്കണം. ആണെങ്കിലും നല്ലതാണ്. അതാണ്. കുറയാനും പാടില്ല, നമ്മള് കൂടാനും പാടില്ല. തെറ്റിദ്ധരിക്കരുത്. സെൽഫ് ലവ് എന്ന് പറയുമ്പോ അതാ നല്ലതൊന്നും തെറ്റിദ്ധരിക്കരുത്. അതെ അതെ, ഓക്കെ. സെൽഫ് ലവ് വേണം എന്നുള്ളതാണ്. ഈ തീരെ ഇല്ലാതാവരുത്, വേണം എന്നുള്ളതാണ്. അതെ ഇപ്പൊ റോഫ് സാർ പറഞ്ഞ മാതിരി എല്ലാം ബാലൻസ്ഡ് ആയിട്ട് അല്ലെ. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പും പുളിയും ഒക്കെ കൃത്യമാണെങ്കിൽ മാത്രമേ അതിന് സ്വാദുള്ളൂ. ഉപ്പേറിയാലും മുളകേറിയാലും പുളിയേറിയാലും അത് കഴിക്കാൻ കൊള്ളില്ല. അതെ അപ്പൊ അതെ. ദാറ്റ് ഇസ് സെയിം. അതിന് മാത്രമുള്ള സെൽഫ് ലവ് ഉണ്ടോ പ്രിയ നിനക്ക്? അല്ല, ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞതാ. ഞാൻ ശരി. തെറ്റിദ്ധരിക്കരുത് എന്ന് വിചാരിച്ച്. ഒരു ശരി ശരി. ഈ അടുത്തൊരു റീല് കണ്ടേ, ഒരു പെണ്ണുങ്ങള് അവരുടെ കല്യാണത്തിന്റെ സമയത്ത് എൻഗേജ്മെന്റ് എല്ലാം കഴിയുമ്പോൾ ഫിയാൻസിയെ വിളിച്ചിട്ട് പറയും, എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ആഗ്രയില് താജ്മഹൽ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ പാരൻസിനോട് പറയുമ്പോൾ പാരൻസ് പറയും എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പുയ്യാപ്പിള കൊണ്ടുപോകും എന്ന് പറയുന്നു. അങ്ങനെ ഇവര് കല്യാണം കഴിയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ വന്നിട്ട് ഹസ്ബൻഡിനോട് പറയും നമുക്ക് ആഗ്രയിൽ പോകണം എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു
പ്രാരാബ്ദങ്ങളൊക്കെ തീർന്നു വരുന്നേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് പോവാന്ന് പറയും. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും പറയുമ്പോൾ ഇവർ പറയും ജോലി കിട്ടിയല്ലേ ഉള്ളൂ, അതൊന്ന് സെറ്റിൽ ആവട്ടെ, പിന്നെ മക്കളുണ്ടായിട്ട് മക്കളായല്ലേ ഉള്ളൂ, അവരൊന്ന് വലുതാവട്ടെ, നമ്മളിങ്ങനെ ചെറിയ കുട്ടികളെ കൊണ്ട് അത്രയും ദൂരം പോവുക, അങ്ങനെ ഇതിങ്ങനെ കീപ്പ് ഓൺ മൂവിങ്, അവരൊരിക്കലും പോവില്ല. അങ്ങനെ മക്കളെല്ലാം വലുതായി. ഒരു മൂത്താള് പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഒരു 6-7 ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് ഈ കുട്ടി ഇവരുടെ ഉപ്പനോട് പറയും, "പാപ്പ എനിക്ക് ആഗ്രയിൽ പോകണം, താജ്മഹൽ ഭയങ്കര ആഗ്രഹമാണ് കാണാൻ" എന്ന് പറയുമ്പോൾ ഈ ഫാദർ പണ്ട് ഇവരുടെ ഫാദർ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ പറയാം, "എൻ്റെ കല്യാണം കഴിയുമ്പോൾ എൻ്റെ പുയ്യാപ്പിള കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ" എന്ന്. അപ്പൊ ഈ അമ്മ പറയുന്നതാണ്, അതും വിചാരിച്ചിരിക്കണ്ട, എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി കണ്ടോ എന്ന് പറയും. ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായതാണ് അവർക്ക് ഇങ്ങനെ എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കും, നടക്കില്ല എന്നുള്ളത്. അപ്പം മാം നേരത്തെ പറഞ്ഞ പോലെ ഒന്നും മാറ്റി വെക്കരുത്. ചെറിയ കാര്യം, ഒരു ബിരിയാണി, ഇതേപോലെ തന്നെ വേറൊരു റീലാണ്, ബിരിയാണി കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പോയി കഴിക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് ആലോചിച്ച് കൂട്ടിയാൽ ഒന്നും നടക്കില്ല. പ്രാരാബ്ദങ്ങൾ ഒഴിഞ്ഞിട്ട് ജീവിതം ഉണ്ടാവില്ല. തിന്നാൻ പറ്റില്ലെങ്കിൽ ഒരു ഹാഫ് തിന്നണം അല്ലേ സാറേ? അംബാനിയോട് ചോദിച്ചാലും അംബാനിക്കും ഉണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പൊ പിന്നെ Yes. അതൊന്നും ഒരിക്കലും തീരില്ല. നല്ല Yes. സെഷൻ ആയിരുന്നു മാം, താങ്ക് യു. എനിവേ നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രോ പറയാമെന്ന് അനു മാം അടിപൊളിയായിട്ട് ഇൻട്രോ പറഞ്ഞു. 21 ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എങ്കിലും നമുക്ക് ഇൻട്രോ പറയാനായിട്ട് ഓടിയെത്തി. അതുപോലെ നമുക്ക് അർച്ചന മാമിനെ പറ്റി പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ട്രെയിനേഴ്സ് സ്റ്റോക്കിലുള്ളവർക്ക് അതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ മാമിന്റെ സാന്നിധ്യം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രെയിനർ കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് ഇതിൽ അവതാരകരായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ 22 ബാച്ച് റൺ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഒക്ടോബർ 28 അല്ലെ, അപ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അപ്പൊ ഇതുവരെ ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഇത് അത്രയും കേട്ടിരുന്ന് ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞ്, അതുപോലെ നമുക്ക് ഇൻട്രോ പറയാവുന്ന മാം, അതുപോലെ നമുക്ക് ക്ലാസ് എടുത്ത അർച്ചന മാം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ വിംബിൾ അക്കാഡമിയുടെയും എന്റെയും നന്ദി ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. അപ്പൊ നെക്സ്റ്റ് ഡേയിൽ മറ്റൊരു ട്രെയിനറുമായിട്ട് നമുക്ക് കാണാം. അപ്പോഴത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ ചാലിച്ച് റൈറ്റപ്പുകളായിട്ടും വോയിസ് ആയിട്ടൊക്കെ നമ്മുടെ ട്രെയിനേഴ്സ് ക്ലബ്, ആ ട്രെയിനേഴ്സിന്റെ ആ ഒരു വിംബിൾ ട്രെയിനിങ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ അയക്കുക. നിങ്ങളുടെ ഈ ഒരു 1 hour സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അതിനൊരു നന്ദി സൂചകമായി നമുക്കൊരു വാക്ക്, നല്ലൊരു വാക്ക് അവിടെ പറയാം അല്ലെ. ഗ്രാറ്റിറ്റ്യൂഡ് അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പോ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Thank you so much. Good night. താങ്ക് യു. താങ്ക് യു അർച്ചന. ഗുഡ് നൈറ്റ്. Good night. Thank you